ഓക്കെ. സോ നമുക്ക് ലാസ്റ്റ് നിർത്തി കൊടുത്ത് തുടങ്ങാം. എന്താ നമ്മള് ഇതുപോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ സിങ്ക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് തന്ന് ചെയ്ത് ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ് ചെയ്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതിൽ പ്രൊജക്ട്സിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസും, അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ഡയറക്റ്റ് തന്നിരുന്നു. നമ്മൾ അത് രണ്ടും ഡിവൈഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടെത്തി. എന്നിട്ട് റാങ്ക് ചെയ്തു. അതിനനുസരിച്ച് നമുക്കുള്ള ക്യാപിറ്റൽ, അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ. സോ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇതിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എൻ പി വിയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ആണ് തന്നത്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് എൻ പി വി പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടും. ഓക്കെ. നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിയേ ആൻസർ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ബി. ബി കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ഒറ്റ സെക്കൻഡ്. പ്രൊജക്ട് RSTUPW 6 പ്രൊജക്ട് ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,00,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പ്രൊജക്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഓ, നേരത്തെ ക്വസ്റ്റ്യനിലും ഈ ക്വസ്റ്റ്യനായിട്ട് ഡിഫറൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും ആയിരുന്നു തന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എൻ പി വി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നത്. പക്ഷെ ഇത് എന്നാലും നമുക്ക് കണ്ടെത്താറിയാം. നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സോ എൻ പി വിയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യാം, ജസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 6 പ്രൊജക്ടിന്റെയും ജസ്റ്റ് വെക്കാം. ഓക്കെ. ഞാനിവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടെത്തുന്നുണ്ട്. എൻ പി വി പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. ഓക്കെ. ഇത് ചെയ്താൽ എനിക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കിട്ടും. എന്നിട്ട് റാങ്ക് ചെയ്യാം. സോ പ്രൊജക്ട് 6 എൻ പി 5,000 ആണ്, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 10,000 ആണ്. സോ 5,000 പ്ലസ് 10,000 ഡിവൈഡ് ബൈ 10,000, 15,000 ഡിവൈഡ് ബൈ 10,000 ചെയ്താൽ 1.5 ആണ് പ്രൊജക്ട് 6ന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ. അതുപോലെ തന്നെ എൻ പി വി പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 10,000 ഡിവൈഡ് ബൈ 5,000. പ്രൊജക്ട് എസിന്റെ 2 ആണ് കിട്ടുക. ഓക്കെ. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇരട്ടി കിട്ടുന്നുണ്ട്. ഇനി പ്രൊജക്ട് ഡി 8,000 പ്ലസ് 40,000 ഡിവൈഡ് ബൈ 40,000 ചെയ്താൽ 1.2 കിട്ടും പ്രൊജക്ട് ടിയിൽ. അതുപോലെ തന്നെ പ്രൊജക്ട് യുവിന്റെ 15,000 പ്ലസ് 60,000 ഡിവൈഡഡ് ബൈ 60,000 ചെയ്താൽ 1.25 കിട്ടും. 1.25. ഓക്കെ. പ്രൊജക്ട് വി 15,000 75,000, 15,000 പ്ലസ് 75,000 ഡിവൈഡഡ് ബൈ 75,000 അത് ചെയ്താൽ 1.2 കിട്ടും. 1.2 രണ്ടു വട്ടം വന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ 3,000 പ്ലസ് 15,000 ഡിവൈഡഡ് ബൈ 15,000 ചെയ്താൽ വീണ്ടും 1.2. രണ്ട് മൂന്നെണ്ണം ഉണ്ട് 1.2. പക്ഷെ നമുക്ക് റാങ്ക് മാത്രമല്ല, നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റലും കൂടി നോക്കണം നമ്മൾ. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് അതിനെ റാങ്ക് ചെയ്യാൻ പോകണം. ഏത് പ്രോജക്റ്റിനാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്? സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കിയാൽ പ്രോഫിറ്റബിലിറ്റി 2 ഉള്ള ഒരു പ്രൊജക്ട് ഉണ്ട്. ഇതിന് ഞാൻ റാങ്ക് 1 കൊടുത്തു. പിന്നെ 1.5 ഉണ്ട് അല്ലെ, ഇതിന് ഞാൻ റാങ്ക് 2 കൊടുത്ത്. പിന്നെ ഉള്ളത് 1.5 കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഇനി 1.2 ഉണ്ട്. മൂന്ന് 1.2 ഉണ്ട്, ഒരു 1.5 ഉണ്ട്. സോ 1.25 ഉള്ളതിന് ഞാൻ റാങ്ക് 3 കൊടുത്തു. പിന്നെ പ്രൊജക്ട് ടി വി ഡബ്ല്യു, ഈ ടിയും വിയും ഡബ്ല്യു ഇത് മൂന്നിനും സെയിം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്. സോ അതിന് മൂന്നിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. വേണമെങ്കിൽ നമുക്ക് 4, 5, 6 വേണം വിളിക്കാം. ഓക്കെ. അല്ലെങ്കിൽ എല്ലാ ഇതിനും 4 എന്ന് കൊടുത്താലും മതി. ഡിപ്പെൻസ്. പക്ഷെ അത് മാറ്റർ അല്ല. കാരണം നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മാത്രമല്ല, നമ്മൾ ക്യാപിറ്റൽ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. സോ
ലിവീസ് ഈ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് കൺസ്ട്രെയിന്റ് ഉണ്ട്, അതായത് ക്യാപിറ്റൽ കൺസ്ട്രെയിൻ ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. എൻ പി വി ഒക്കെ പോസിറ്റീവാ ഈ 6 പ്രൊജക്റ്റും, പക്ഷേ ഈ 6 പ്രൊജക്റ്റും അക്സെപ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ അവരുടെ അടുത്തില്ല, ആകെ 1 lakh ഉള്ളൂ. സോ ഈ 1 lakh എഫിഷ്യന്റ് ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഞാനിതാ ഈ 1 lakh ലൊക്കേറ്റ് ചെയ്യാൻ പോകുന്നു. ഏതിലൊക്കെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. സോ സെക്കൻഡ്, ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഈ 1 lakh ക്യാപിറ്റലിനെ അലോക്കേറ്റ് ചെയ്യാൻ പോകണം. വേറെ ടെക്നിക്കൽ ഇഷ്യൂ. വെയിറ്റ് ചെയ്യണേ. ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യണ്ടേ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ഇത് വിസിബിൾ അല്ലേ ആരാധന? വിസിബിൾ ആണ്, വിസിബിൾ ആണ്. Yes, sir.
പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ 1.5 ടു 1.2 പിന്നെ 1.25 വീണ്ടും രണ്ട് 1.2 1.2. സോ റാങ്ക് ഫസ്റ്റ് നമ്മൾ കൊടുത്തത് റാങ്ക് 1 കൊടുത്തത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 2 ഉള്ള പ്രൊജക്റ്റിനായിരുന്നു. പിന്നെ റാങ്ക് 2 കൊടുത്തത് 1.5. പിന്നെ റാങ്ക് 3 കൊടുത്തത് 1.25. പിന്നെ ബാക്കി TVW അതിന് 3 സെയിം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. സോ ഞാനിതാ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ശരി. വിസിബിൾ ആണോ ആരാണ്? ഓക്കെ, ഞാനിതാ 1,00,000 പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.5 അഥവാ സോറി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 2 റാങ്ക് 1 ഉള്ള എസ്സിലേക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്യാണ്. എസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ 1,00,000 നിന്നും ഒരു 5,000 ഞാൻ അലോക്കേറ്റ് ചെയ്തു. ഇതാ എസ് എന്ന് പറഞ്ഞ പ്രൊജക്ട് സെലക്ട് ചെയ്തപ്പോൾ 5,000. ഓക്കെ, സോ ഈ എസ് എന്നുള്ള സംഗതി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.5 റാങ്ക് 2 ഉള്ള പ്രൊജക്ട് ആർ, അതിന് വേണ്ടിയിട്ട് ഒരു 10,000 കൂടി സ്പെൻഡ് ചെയ്തു. പ്രൊജക്ട് ആർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ വീണ്ടും ഒരു 10,000. അത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1.25 റാങ്ക് 3 ഉള്ള പ്രൊജക്ട് യു, ആ യു എന്ന് പറഞ്ഞ പ്രൊജക്ടിന് വേണ്ടി ഒരു 60,000 സ്പെൻഡ് ചെയ്തു.
ഓക്കെ. സോ എസ് ആർ യു അഥവാ 5,000ഉം 10,000ഉം 60,000ഉം ടോട്ടൽ 75,000 ഓൾറെഡി ഇപ്പൊ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി റിമൈനിങ് ആയിട്ടുള്ളത് നമുക്ക് 25,000 ആണ്. ഓക്കെ. സോ ആ 25ൽ എനിക്ക് വേണമെങ്കിൽ 1.2 1.2 1.2 മൂന്നിന് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് സെയിം ആണ്. റാങ്ക് സെയിം റാങ്ക് ആണ്. പ്രോഫിറ്റബിൾ ഇൻഡെക്സ് സെയിം ആയതുകൊണ്ട് സെയിം ഇമ്പോർട്ടൻസ് ആണ്. സോ 40,000 വേണം പ്രൊജക്ട് ടിക്ക്. നമുക്ക് പറ്റില്ല, കാരണം 25,000 ഉള്ളൂ. പ്രൊജക്ട് ബി നമുക്ക് പറ്റില്ല, കാരണം 75,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. പക്ഷേ പ്രൊജക്ട് ഡബ്ല്യു 15,000 മതി, അത് നമുക്ക് പറ്റും. പ്രൊജക്ട് ഡബ്ല്യു ചൂസ് ചെയ്താൽ അതിന് വേണ്ടിയിട്ട് ഒരു 15,000 സ്പെൻഡ് ചെയ്ത്, സോ 25,000 നിന്ന് 50,000 പോയ റിമൈനിങ് ഫണ്ട് വിൽ ബി 10,000. റിമൈനിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അതിനെന്തില്ല, പ്രോജക്ട്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. സോ നമ്മൾ കൺസിഡർ ചെയ്ത, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത പ്രൊജക്ടുകൾ പറഞ്ഞാൽ എസ് ആർ യു ഡബ്ല്യു അല്ലെ. എസ് ആർ യു ഡബ്ല്യു അതായത് പ്രൊജക്ട് ബി, ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് അല്ലേ? ഓക്കെ. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ പി ഡി എഫ് അല്ല, ഹോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അയച്ചിരുന്നു, അത് നോക്കാം. വിസിബിൾ അല്ല ആരാധന? Yes, sir. സോ ഞാൻ നിങ്ങൾക്ക് അയച്ച ഓർഡർ എന്താ നോക്കി ചെയ്യാം. ഫസ്റ്റ് കീഗോ കമ്പനി, എത്ര ആൻസർ കിട്ടി? 2.50 years. 1.2.50 2.50 years. Option D. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. അതെ. ഓപ്ഷൻ ഡി എന്നുള്ളത് കിട്ടി. ഓക്കെ, നോക്കാം. ഇത് കീഗോ കമ്പനീസ് എനിക്ക് പ്ലാൻ എനിക്ക് ബി ആ കിട്ടിയേ. 3.94 ആ. ആ നോക്കാം. The Kiva company is planning a 2 lakh equipment investment. ഒരു എക്യുപ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് ഉണ്ട് അവർക്ക്. അതിന് വേണ്ട ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 2 lakh ആണ്. ഓക്കെ. അതിന് 5 ഇയർ ലൈഫ് ഉണ്ട്. നോ എസ്റ്റിമേറ്റഡ് സാലറീസ് വാല്യൂ. ദ കമ്പനി ഹാസ് പ്രൊജക്റ്റഡ് ദി ഫോളോയിങ് ആനുവൽ ക്യാഷ് ഫ്ലോസ് ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ്. ആ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് ആണ് ഇവിടെ കൊടുത്തത്. ഇയർ 1ൽ 1,20,000, ഇയർ 2ൽ 1,60,000, അങ്ങനെ 5 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പ്രസന്റ് വാല്യൂ ഫാക്ടർ അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് റേറ്റ് തരാണ്, പ്രസന്റ് വാല്യൂ ഫാക്ടർ ആണ് അവർ ഡയറക്റ്റ് തന്നത്. പക്ഷേ നമ്മുടെ റിക്വയർമെന്റ് എന്താ വെച്ചാൽ, അസ്യൂമിംഗ് ദാറ്റ് ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ഒക്കർ ഈവൻലി ഡ്യൂറിംഗ് ഈച്ച് ഇയർ. ഓക്കെ, ദ പേ ബാക്ക് പീരീഡ് ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ്. നോർമൽ പേ ബാക്ക് പീരീഡ് അവിടെ ചോദിച്ചത്. നോർമൽ പേ ബാക്ക് പീരീഡിൽ നമുക്ക് പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ 2 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇയർ 1ൽ 1,20,000 കിട്ടുന്നു. ഇയർ 2ൽ ഒരു 60,000 കിട്ടുന്നു. ഇയർ 3ൽ ഒരു 40,000 കിട്ടുന്നു. ഇയർ 4ൽ വീണ്ടും 40,000 കിട്ടുന്നു. ഇയർ 5ൽ 40,000 കിട്ടുന്നു. അതായത് നമ്മൾ 2 lakh ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടോട്ടൽ നമുക്ക് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ഇവിടെ തന്നിട്ടുണ്ട് 3 lakh ആണ്. ഏത് ടൈം പീരീഡിലാണ് നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റിക്കവർ ആണ്, അതായത് നമ്മുടെ പേ ബാക്ക് പീരീഡ് ഏത് ഇയറിലാണ്, അതേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ ഇയർ 1 കഴിഞ്ഞപ്പോൾ 1,20,000 ആയി, പോരാ, ഇനിയും ഒരു 80,000 കൂടി വേണം. ഓക്കെ, ഇയർ 2 കംപ്ലീറ്റ് ആയി, അപ്പോൾ 60,000. അഥവാ ഇയർ 1ഉം 2ലെയും ക്യാഷ് ഫ്ലോ ഞാൻ ആഡ് ചെയ്തപ്പോൾ 1,20,000ഉം 60,000ഉം ടോട്ടൽ 1,80,000. ഇനി 2 lakhiലേക്ക് ഒരു 20,000 കൂടി മതി. അത് തേർഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, തേർഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ 40,000 കൂടി ആഡ് ചെയ്താൽ 2,20,000 ആയി. പക്ഷെ നമുക്ക് 2 lakh മതി. സോ ഞാനിതാ പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു 2 year പ്ലസ്, കാരണം 2 year പ്ലസ്. 2 year ആയിട്ട് പേ ബാക്ക് പീരീഡ് ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കവർ ആയിട്ടില്ല. 2 year ആയപ്പോൾ ഓൾറെഡി എത്ര കിട്ടി? 1,80,000 കിട്ടി. ഇനി എത്ര കിട്ടാനുള്ളത് വെച്ചാൽ 2 lakhൽ നിന്നും 1,80,000 കുറച്ചാൽ മതി, അഥവാ 20,000 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. അതാണ് തേർഡ് ഇയറിലെ ക്യാഷ് ഫ്ലോ 40,000. ഓക്കെ, അതായത് 2 പ്ലസ് 0.5 ഇയേഴ്സ്. 0.5 ഇയേഴ്സ്. ഓക്കെ, അഥവാ 2.5 ഇയേഴ്സ്. 2.5 ഇയേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ ഇറക്കിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2 ലക്ഷം തിരിച്ചു കിട്ടുന്നത്.
ഇപ്പം ക്ലിയർ ആയോ? ഫസ്റ്റിൽ ക്ലിയർ ആണെന്ന് നിർബന്ധമൊന്നുമില്ല, തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ ക്ലിയർ ചെയ്യാം. ഓക്കെ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 28 എന്ന് പറഞ്ഞിട്ട് ഇതാ, ദ പേ ബാക്ക് പീരീഡ് ഈസ് ക്ലോസസ്റ്റ് ടു, ദ പേ ബാക്ക് പീരീഡ് ഈസ് ക്ലോസസ്റ്റ് ടു, ഏകദേശമാണ് ചോദിച്ചത്. ഇത് ഏതാ ആൻസർ കിട്ടിയേ? Option C. സി. ഓക്കെ, ഓപ്ഷൻ സി. സി അല്ലേ? ഓക്കെ. ഇവിടെ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം റിക്വയർമെന്റ് വായിച്ചാൽ എളുപ്പമാണ്. നമ്മൾ റിക്വയർമെന്റ് വായിച്ചാൽ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടതെന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ളതും തന്നിട്ടുണ്ടാവും, ആവശ്യമില്ലാത്തതും തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നേരത്തെ ക്വസ്റ്റ്യനിൽ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് പോയിന്റ് തന്നിട്ടില്ല, 2 പോയിന്റ് തന്നിട്ടുള്ളൂ. പക്ഷെ ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് വേണം. ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ആണെങ്കിൽ അത് വേണ്ടി വരും. പക്ഷെ ഇവിടെ പേ ബാക്ക് പീരീഡ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തത് തരും, നമുക്ക് ആവശ്യമുള്ളത് മാത്രം പിക്ക് ചെയ്താൽ മതി. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എപ്പോഴും റിക്വയർമെന്റ് വായിക്കണം, എന്നാൽ നമുക്ക് എളുപ്പമാണ്. The payback period is closest to. Okay. ഇനി ആ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. The company is considering the purchase of 5 construction cranes for its recently awarded construction project. ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു 5 ക്രെയിൻ വാങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. The cranes cost 20,000 each. Okay, ആ ഈച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. These cranes are projected to provide a total cash savings of 1,90,000 over the next 8 years. അടുത്ത 8 വർഷം കൊണ്ട് 1,90,000 കിട്ടും. ഓക്കെ, 0th ഇയറിലൊന്നുമില്ല. ഇയർ 1 ഒരു 35,000, ഇയർ 2 ഒരു 32,000, ഇയർ 3 ഒരു 28,000, ഇയർ 4 ഒരു 26,000, ഇയർ 5 ഒരു 24,000. ഓക്കെ, അങ്ങനെ 8 വർഷത്തേക്കുള്ള ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര ആരാധന? 20,000 into 5, 1 lakh. 5 അല്ലേ? 20,000 ഈച്ച് ആണ്. ഒരു മെഷീൻ, ഒരു ക്രെയിനാണ് 20,000. അങ്ങനത്തെ 5 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ ഡയറക്റ്റ് തരാറുണ്ട്. ഇവിടെ പക്ഷെ 20,000 ഒരു ക്രെയിന് ഇൻറ്റു 5 അഥവാ 1 lakh ആണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 1 lakh ഏത് ടൈം പീരീഡിലാണ് തിരിച്ചു കിട്ടുന്നത്? അതാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 1 ഇയർ കഴിഞ്ഞ് 35,000 ആയി, 2 ഇയർ കഴിഞ്ഞ് 32,000 ആയി, അപ്പോ 67,000 ആയിട്ടില്ല. ഇനി 3rd ഇയറിലെ 28,000 കൂടി ആഡ് ചെയ്തപ്പോ 35,000 പ്ലസ് 32,000 28,000. ഈ 3 ഇയറിലെ ക്യാഷ് ഫ്ലോ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 95,000 ആയിട്ടുള്ളൂ. 95,000. എനിക്ക് 1 lakh ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, ഒരു 5,000 കൂടി വേണം. സോ ഞാനിതാ പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു 3 ഇയർ പ്ലസ് 3 ഇയർ ആയിട്ടും കിട്ടിയിട്ടില്ല. ഇനി എത്ര കിട്ടാനുണ്ട്? അത് കിട്ടാൻ വേണ്ടി ഞാൻ 1 lakh-ൽ നിന്ന് 1 lakh മൈനസ് 95,000 അങ്ങനെ ചെയ്താൽ 5,000 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ, അതായത് 4th ഇയറിലെ ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള 26,000 ചെയ്താൽ 5,000 ഡിവൈഡഡ് ബൈ 26,000 ചെയ്താൽ 5,000 ഡിവൈഡഡ് ബൈ 26,000 ചെയ്താൽ 0.19 സംതിങ് കിട്ടും. അതായത് 0.19 റൗണ്ട് ആക്കി എടുത്താൽ മതി നമ്മൾ. കാരണം പേ ബാക്ക് പീരീഡ് ഈസ് ക്ലോസസ്റ്റ് ടു എന്ന് ചോദിച്ചു. ഓക്കെ, 3 പ്ലസ് 0.2 എന്ന് എടുക്കാം നമുക്ക്. 3 പ്ലസ് 0.2 അഥവാ 3.2 ഇയേഴ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് കിട്ടിയായിരുന്നോ സുബിത? ഇത് കിട്ടിയായിരുന്നു. കിട്ടിയായിരുന്നല്ലേ? ഓക്കെ. മറ്റേത് ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇതായിരിക്കും എന്ന് വിചാരിച്ചു. ഏത് ക്വസ്റ്റ്യൻ? നേരത്തെ ക്വസ്റ്റ്യൻ ആണോ? ആ, പിന്നെ അതിൽ വേറൊരു ഡൗട്ടും എനിക്ക് വന്നത് എന്താ വെച്ചാൽ 1ന്റെ നമ്മുടെ പ്രസന്റ് വാല്യൂ ആക്ച്വലി ആ ടേബിൾ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതല്ല വരുന്ന നമ്പേഴ്സ്. അതെ, അതും എനിക്കൊരു ഇതുപോലെ ഡൗട്ട് ഉണ്ട്. 2 പോയിന്റ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അല്ല, 2 പോയിന്റ് പോയിന്റ് എടുത്താലും സെയിം അല്ലായിരുന്നു, സെയിം ആവില്ല പേപ്പറിൽ. അതെ അതെ, നമ്മളിപ്പോ 1 ഡിവൈഡഡ് ബൈ 1.1 എന്ന് ചെയ്താൽ 0.9090 ഒരുപാട് പോയിന്റ് കിട്ടും. നമ്മൾ കാൽക്കുലേറ്ററിൽ ആ കാൽക്കുലേറ്ററിൽ എത്ര ഡിജിറ്റ് ആണോ, 12 ഡിജിറ്റ് ആണോ അത്രയും ഡിജിറ്റ്സ് ഉണ്ടാവും. നമ്മളെ പ്രസന്റ് വാല്യൂവിൽ പോയാൽ അതിന്റെ ഒരു 4 പോയിന്റ് അവർ തരുന്നുള്ളൂ. ഇതിൽ അവരൊരു 2 പോയിന്റ്സ് തന്നിട്ടുള്ളൂ. അത് എത്ര പോയിന്റ് കിട്ടുമോ അതിനനുസരിച്ച് നമ്മളെ ആൻസർ അക്യുറേറ്റ് ആയിരിക്കും. പക്ഷെ അത് ഒരു സീനല്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഈ പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് ഇവിടെ ആവശ്യമേ വരുന്നില്ല. കാരണം നമ്മളോട് ചോദിച്ചത് നോർമൽ പേ ബാക്ക് പീരീഡ് ആണ്. ഓക്കെ, പേ പിന്നെ ബാക്ക് അതിന് പീരീഡ് ആനുവൽ ഇൻഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോസും ഈവൻലി എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ അസ്യൂമിങ് ദാറ്റ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് occur evenly during each year. അതായത് ഈ നമുക്ക് അപ്പൊ അത് കിട്ടാവുന്ന ആന്യൂറ്റിയുടെ ഇതിൽ വരില്ലേ?
അങ്ങനെ അല്ല വരും അല്ല അങ്ങനെ പറയുമ്പോ? അല്ലല്ല ആനുറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഇയേഴ്സിലും സെയിം ക്യാഷ് ഫ്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആ നമ്മൾ പേ ബാക്ക് പീരീഡിൽ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരു വർഷത്തിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഓരോ ക്യാഷ് നമുക്ക് കിട്ടുന്നത്. അഥവാ ഈ 1,20,000 ഇയർ വണ്ണിന്റെ അവസാനം ഒറ്റയടിക്കല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? നമ്മൾ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 1.5 ഇയേഴ്സ്, 3.94 ഇയേഴ്സ്, ഇതുപോലെ പോയിന്റ് ആണ്. അഥവാ ആ ടൈം പീരീഡ് എത്തുമ്പോൾ, അതായത് 1 ഇയർ 6 മന്ത് ആകുമോ, അഥവാ ഈ 1.5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഇയർ 6 മന്ത് ആണല്ലോ. അപ്പം ഓരോ മാസം ഓരോ ഡേയ്സും നമുക്ക് ഈ ക്യാഷ് ഫ്ലോ കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അഥവാ ഈ ഇയർ വണ്ണിൽ മൊത്തം 365 ദിവസം ഉണ്ടെങ്കിൽ ഇതാ 365 ഡിവൈഡ് ബൈ 1,20,000 ഒരു ദിവസം കിട്ടുന്ന ക്യാഷ് ഫ്ലോ കിട്ടും. പക്ഷെ അതൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അസ്യൂമിങ് ദാറ്റ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ്, അഥവാ ഓരോ വർഷം കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് ഒക്കേഴ്സ് ഈവൻലി ഡ്യൂറിംഗ് ദ പീരീഡ്. ഓരോ വർഷത്തിന്റെ നടുക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കും. നമുക്ക് പേ ബാക്ക് പീരീഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1.5 ഇയേഴ്സ്, 1.2 ഇയേഴ്സ് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അഥവാ ഈ 1.5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 1.5 ഇയേഴ്സിൽ 0.50 എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് ആണ്. അപ്പം 6 മാസം ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അഥവാ ഈ 1,20,000 ഇയർ വണ്ണിലെ ഒരു സിംഗിൾ ഡേറ്റിലല്ല കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ December 31st കിട്ടുന്നത്. ആ ഇയർ ത്രൂ ഔട്ട് ആ ക്യാഷ് കിട്ടിക്കൊണ്ട് നിൽക്കുക. ഓക്കെ, ഇയർ വണ്ണിലെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ. ഓക്കെ, ഈ ടൈം പീരീഡിനുള്ളിലാണ് ഈ 1,00,000 കംപ്ലീറ്റ് കിട്ടുന്നത്. ഓക്കെ, ഓരോ മന്ത് ഫോർ എക്സാമ്പിൾ 12 മന്ത്സ് ആണെങ്കിൽ ഈ 1,20,000 ഇയർ വണ്ണിൽ കിട്ടുന്നത് മേ ബി ഇയർ വണ്ണിൽ 12 മന്ത്സ് ആണെങ്കിൽ ഓരോ മന്തിലും 10,000 കിട്ടുന്നുണ്ട്. ഓരോ മന്തിലും പൈസ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓരോ വീക്കിലും പൈസ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഓരോ ഡേയ്സിലും പൈസ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അസ്യൂമിങ് ദാറ്റ് എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ഒക്കെയർ ഈവൻലി ഡ്യൂറിംഗ് ഈച്ച് ഇയർ. ഓക്കെ, ഓരോ വർഷത്തിന് നടുക്കും പൈസ കിട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ 1.5 ഇയേഴ്സ്, 1.2 ഇയേഴ്സ് എന്നൊക്കെ നമ്മൾ പേ ബാക്ക് പീരീഡ് ആ ടൈം പീരീഡ് എത്തുമ്പോൾ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നു. ഓക്കെ, നമുക്ക് 1 ഇയർ, 2 ഇയർ, 3 ഇയർ എന്നല്ല ആൻസർ കിട്ടുന്നത്. 1.5 ഇയേഴ്സ് അങ്ങനെ പോയിന്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടൈം പീരീഡിൽ പൈസ കിട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. അത് പറഞ്ഞില്ലേ നമ്മൾ ബാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. കാരണം നമ്മൾ പേ ബാക്ക് പീരീഡിൽ നിന്ന് ആൻസർ കിട്ടുന്നത് പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്, കംപ്ലീറ്റ് ഇയേഴ്സ് അല്ല. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ആ, ഒരു കാര്യം ചോദിച്ചു. ശരി ശരി ശരി. ഈ ക്വസ്റ്റ്യനിലൊക്കെ അതായത് ടോപ്പിക് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമുക്കിപ്പം റിയൽ എക്സാമിനും അങ്ങനെയാണോ? പേ ബാക്ക്, നെറ്റ് ഇല്ല പ്രസന്റ് ഇല്ല ഇല്ല വാല്യൂ ഇല്ല 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 ഇല്ല. ഉണ്ടാവില്ല? ആ, ഏയ് ഓക്കെ. അതെങ്ങനെ ശരിയാകും? അതൊരു ഹിന്റ് ആയില്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഇത് അത് നമ്മള് ഓപ്പൺ ഓർത്തിട്ട് ചോദിച്ചത്. അതായത് ഹോക്കില് നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന ടോപ്പിക് അത് നമ്മൾ പഠിച്ചിട്ടില്ല. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ പേ ബാക്ക് പീരീഡ്, ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഓരോ ടോപ്പിക് വൈസ് എടുക്കുമ്പോൾ ഇതുപോലെ ഹെഡിങ് വരും. ഓക്കെ, പക്ഷെ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ അതിലൊരു ഭാഗമേ പഠിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾ പഠിച്ചതിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചത്. കാരണം എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിന്റെ ആ ഒരു മിക്സും കൂടി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനുള്ളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനത്തെ ടോപ്പിക് ഒന്നും ഉണ്ടാവില്ല, ഹെഡിങ് ഒന്നും ഉണ്ടാവില്ല എക്സാമിന്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ് അല്ലെ, ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് ഏത് ആൻസർ കിട്ടി? ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡി അല്ലേ? ഡി. ഓക്കെ, നമ്മളിപ്പോ എക്സാമിന് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ ശരി എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഡി ക്ലിക്ക് ചെയ്യും. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. പക്ഷേ നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടും ഓരോന്ന് പഠിച്ചു വരുന്നതായതുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ എന്തുകൊണ്ട് ബാക്കിയുള്ളത് തെറ്റിയെന്നും കൂടി നോക്കാം. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദി പേ ബാക്ക് മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് ഇസ് കറക്റ്റ്? പേ ബാക്ക് മെത്തേഡിനെ കുറിച്ചിട്ട് ഏത് പോയിന്റ് ആണ് ശരി? ഓക്കെ, ഡി അവിടെ നിൽക്കട്ടെ. ഡി ആണ് നിങ്ങൾ പറഞ്ഞത്, ശരിയാണ്. ഡി ആണ് ആൻസർ. എന്തുകൊണ്ട് എ ബി സി അത് മൂന്നും തെറ്റിയെന്നും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഏതാണ് ശരി എന്നാ ചോദിച്ചത്? കൺസിഡേഴ്സ് ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ ദി പേ ബാക്ക് ഹാസ് ബീൻ റീച്ച്ഡ്. കൺസിഡർ ചെയ്യുന്നുണ്ടോ? നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഡസ് നോട്ട് കൺസിഡർ പേ ബാക്ക് ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ്. ഓക്കെ, അപ്പം ഈ എ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പൊ നമുക്ക് ആൻസർ ഇല്ല. ഇനി ബി, യൂസ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടെക്നിക്സ്. അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ല, നോർമൽ പേ ബാക്ക് പീരീഡിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് ഫണ്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ഒന്നല്ല യൂസ് ചെയ്യുന്നത്. സോ ഈ ഓപ്ഷൻ ബി തെറ്റാണ്.
ഇനി ജനറലി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ജനറലി ലീഡ്സ് ടു സെയിം ഡിസിഷൻ ആസ് അതർ മെത്തേഡ്സ് ഫോർ ലോങ് ടേം പ്രോജക്ട്സ്. അതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ജനറലി ലീഡ്സ് ടു സെയിം ഡിസിഷൻ ആസ് അതർ മെത്തേഡ്സ്. അതർ മെത്തേഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് അതർ ക്യാപിറ്റൽ ബജറ്റിംഗ് ടൂൾസിനാണ്. അതായത് NPV, IRR അതുപോലത്തെ മറ്റുള്ള ടൂൾസുകളാണ് അതർ മെത്തേഡ്സ് കൊണ്ടെന്ന് ഉദ്ദേശിച്ചത്. അഥവാ എന്താ പറഞ്ഞത് വെച്ചാൽ NPV യിലും പേ ബാക്ക് പീരീഡിലും എല്ലാ ടൂള് വെച്ച് യൂസ് ചെയ്താലും സെയിം ഡിസിഷൻ ആണ് നമുക്ക് കിട്ടുക. സെയിം ഡിസിഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോർ എക്സാമ്പിൾ ഇവിടെ പേ ബാക്ക് പീരീഡും ഉണ്ട്, പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്, NPV എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. അതർ മെത്തേഡ്സ് എന്ന് പറഞ്ഞതിന് ഞാൻ NPV ഒരു എക്സാമ്പിളാക്കി എടുത്താൽ എല്ലാ കേസിലും പേ ബാക്ക് പീരീഡും NPV യും സെയിം ഡിസിഷനിലാണ്, സെയിം കൺക്ലൂഷനിലാണ് എത്താന്നാണ് ഈ ആൻസർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരുപാട് പ്രൊജക്ട്സിന്റെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പേ ബാക്ക് പീരീഡ് പറയുന്ന പ്രോജക്ട്സും NPV പറയുന്ന പ്രോജക്ട്സും സെയിം ആയിരിക്കും. സെയിം ഡിസിഷൻ, സെയിം തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്താന്നാണ് പറയണത്. അങ്ങനെ എപ്പോഴും ആയിരിക്കണം എന്നില്ല. മേ ബി ചില കേസുകളിൽ 4 പ്രൊജക്ട് ഉണ്ട്, പേ ബാക്ക് പീരീഡ് പറയുന്ന പ്രൊജക്ട് A ആ നല്ലതെന്ന് പറയും, പക്ഷെ NPV പറയുന്ന പ്രൊജക്ട് B ആ നല്ലത്. അങ്ങനത്തെ ഡിഫറെന്റ് കേസുകൾ വരാം. പക്ഷെ ഇവിടെ പറയുന്നത് ഈ പറയുന്ന പോയിന്റ് അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇവിടെ നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ജനറലി ലീഡ്സ് ടു ദി സെയിം ഡിസിഷൻ ആറ്റ് അതർ മെത്തേഡ്സ് ഫോർ ലോങ് ടേം പ്രോജക്ട്സ്. നമ്മൾ പ്രോജക്ട്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുമ്പോൾ എല്ലാ മെത്തേഡ്സിലും അഥവാ പേ ബാക്ക് പീരീഡ്, NPV, ഞാൻ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ എടുത്ത NPV, നമ്മൾ NPV വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുമ്പോഴും പേ ബാക്ക് പീരീഡ് വെച്ച് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുമ്പോഴും സെയിം ഡിസിഷൻ, സെയിം പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് രണ്ട് രീതിയിലും പറയുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്പർ സിയിൽ പറയുന്നത്, ഓപ്ഷൻ സിയിൽ പറയുന്നത്. എല്ലാ ചില കേസുകളിൽ പേ ബാക്ക് പീരീഡ് പ്രകാരം പ്രൊജക്ട് A ആണ് നല്ലത് നമുക്ക് തോന്നും, പക്ഷേ NPV വെച്ച് നോക്കുമ്പോൾ പ്രൊജക്ട് B എന്ന് വരാം. രണ്ടും കൺക്ലൂഷനിലേക്ക് എത്താം. പക്ഷെ ഇവിടെ പറയുന്നത് സെയിം ഡിസിഷനിലേക്കാണ് എത്താന്ന്. അങ്ങനെ ഒരിക്കലും സംഭവിക്കണമെന്നില്ല. മേ ബി സംഭവിച്ചേക്കാം, പക്ഷെ എപ്പോഴും അങ്ങനെ ആയിക്കോളും നിർബന്ധമല്ല. അതുകൊണ്ട് C എന്ന് പറഞ്ഞ ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, ഇനി D ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി. നോർമൽ പേ ബാക്ക് പീരീഡ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല. സോ നമ്മുടെ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഞാൻ നിങ്ങൾക്ക് അയച്ച ഓർഡറിലായിരിക്കണം എന്നില്ല എൻ്റെ ഒരു താല്പര്യം. ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, പോയ ഞാൻ പോലെ തേർഡ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 27 അതെ ഓക്കെ ഓക്കെ, ഇതല്ലേ? ഇത് അതെ. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ദി യൂസ് ഓഫ് പേ ബാക്ക് മെത്തേഡ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ്? പേ ബാക്ക് മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഏതാ ആൻസർ കിട്ടി? Option B. മോർ ലിക്വിഡ് പ്രോജക്ട്സ് ആർ റേറ്റഡ് ഹയർ അല്ലേ? ബാക്കി മുബശിറ എല്ലാവർക്കും ആണ് കേട്ടോ? അതെ. അതെ, ശരിയാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ശരിയാക്കി. എന്താണ് ഉദ്ദേശിക്കുന്നത് മോർ ലിക്വിഡ് പ്രോജക്ട്സ് ആർ റേറ്റഡ് ഹയർ എന്ന് പറഞ്ഞാൽ? ആരാധന ഒന്ന് പറയാൻ പറ്റുമോ? സാറ് അഡ്വാൻറ്റേജസിൽ എഴുതി തന്നിട്ടില്ലേ? ക്വിക്ക് റിക്കവറി, അതെ മിനിമം അതെ മാക്സിമം അതെ അതെ ലിക്വിഡിറ്റി. അതെ, മോർ ലിക്വിഡ് പ്രോജക്ട്സ്, അതായത് ഏറ്റവും ലിക്വിഡിറ്റി ഹയർ ആയിട്ടുള്ള പ്രൊജക്ടിന് നമ്മൾ ഹയർ റേറ്റിംഗ് കൊടുക്കും. ഓക്കെ, അഥവാ എത്രയും പെട്ടെന്ന് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനായിരിക്കും നമ്മളെ പേ ബാക്ക് പീരീഡ് ചെറുതുണ്ടാവുക. ഏറ്റവും കുറഞ്ഞ പേ ബാക്ക് പീരീഡ് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ റാങ്കിങ് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ പേ ബാക്ക് പീരീഡ് ഉള്ളതിനാണ് നമ്മൾ ആദ്യം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഹയർ റേറ്റിംഗ് എന്നോട് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള പ്രൊജക്ട്സ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഹയർ റേറ്റിംഗ് കൊടുത്തിട്ട് ആ പ്രൊജക്റ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അഥവാ ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള പ്രൊജക്ട്സ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാണെങ്കിൽ നമ്മളെ ഇട്ട പൈസ ഏറ്റവും പെട്ടെന്ന് തിരിച്ചു കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സ്, ഓക്കെ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പേ ബാക്ക് പീരീഡിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ഇനി എന്തുകൊണ്ട് ഓപ്ഷൻ എ തെറ്റായി? ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ. പേ ബാക്ക് പീരീഡ് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ ചോദിച്ചത് ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ? അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓപ്ഷൻ ബി ഒരു അഡ്വാൻറ്റേജ് ആയി എന്ന് വിചാരിച്ചിട്ട് ഓപ്ഷൻ എയും സിയും ഡിയും ഡിസ്അഡ്വാൻറ്റേജസ് ആയിക്കോളും നിർബന്ധമില്ല. മേ ബി ആവാം. ഓക്കെ, ടൈം വാല്യൂ ഓഫ് മണി ഈസ് കൺസിഡേർഡ് എന്ന് പറഞ്ഞാൽ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് അഡ്വാൻറ്റേജസ് അല്ല, ഡിസ്അഡ്വാൻറ്റേജസ് അല്ല. അതൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി എന്നാണെങ്കിൽ നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് കളിക്കാം. പക്ഷെ ഇവിടെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്.
ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്. റോങ് സ്റ്റേറ്റ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആ ഓപ്ഷൻ ശരിയായിരിക്കില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് അഡ്വാൻറ്റേജ് ഒന്നുണ്ടാവും. ഇതിൽ ഏതോ 4 എണ്ണത്തിൽ ഏതോ ഒന്ന് അഡ്വാൻറ്റേജസ് ആണ്. അതിനർത്ഥം ബാക്കിയുള്ള 3 എണ്ണം ഡിസ്അഡ്വാൻറ്റേജസ് ആയിക്കോളും നിർബന്ധമില്ല. ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സി, ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ പേ ബാക്ക് പീരീഡ് ആർ കൺസിഡേർഡ്. പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, കൺസിഡർ ചെയ്യുന്നില്ല. ഇതും ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമുക്ക് അഡ്വാൻറ്റേജസ് എന്ന് പറയാൻ പറ്റില്ല, ഡിസ്അഡ്വാൻറ്റേജസ് പറയാൻ പറ്റില്ല. കൺസിഡർ ചെയ്യുന്നില്ല, ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ ദി പേ ബാക്ക് പീരീഡ് ആർ നോട്ട് കൺസിഡർ എന്ന് പറഞ്ഞാൽ അതിന് ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവർ കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സിയും അല്ല ആൻസർ. ഇനി ഓപ്ഷൻ ഡി, ഇതാണ് കുറച്ചും ചിന്തിക്കാനുള്ളത്. ദി എഫക്ട്സ് ഓഫ് അക്രൂവൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആർ കൺസിഡർഡ്. അതായത് പേ ബാക്ക് പീരീഡിൽ അക്രൂവൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആർ കൺസിഡർഡ് എന്നാണ് പറഞ്ഞത്. എന്താ ആർക്കെങ്കിലും ഈ ഓപ്ഷൻ മനസ്സിലായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഈ ഡി നിങ്ങൾ നോക്കിയില്ല? എന്തെങ്കിലും? നമ്മള് നെറ്റ് പ്രോഫിറ്റിന്റെ അതെ ആ അതെ അതെ ടേംസ് അത് അതെ അതെ ആ ഞാൻ അത് പറഞ്ഞായിരുന്നു. കൺസിഡർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അക്രൂവൽ ബേസിസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുക. അതായത് ഒരു കാര്യം സംഭവിച്ചാൽ അത് റെക്കോർഡ് ചെയ്തിരിക്കണം. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് സംഭവിച്ചു, നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല, പക്ഷെ ക്യാഷ് സെയിൽസ് നടന്നു പറഞ്ഞിട്ട് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ സെയിൽസ് ചെയ്തതാണ്. ഒരു എക്സ്പെൻസ് ഇൻകറായി, റെന്റ് കൊടുക്കാനുള്ള സമയം എത്തി, December 31, ഈ മാസത്തെ റെന്റ് കൊടുക്കാൻ സമയമായി, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. എന്നാലും അങ്ങനെ ഒരു എക്സ്പെൻസ് വന്നതെന്ന് ഞാൻ അവിടെ കാണിക്കണം. ഓക്കെ, മേ ബി അക്രൂവൽ കൺവെൻഷനിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റും ബാലൻസ് ഷീറ്റും എല്ലാ കാര്യങ്ങളും അക്രൂവൽ രീതിയിലാണ്. അക്രൂവൽ അക്കൗണ്ടിങ് കൺവെൻഷൻ, ഈ അക്രൂവൽ മെത്തേഡിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണത്. അങ്ങനെയാണ് നമുക്ക് നെറ്റിംഗ് ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഈ നെറ്റിംഗത്തിൽ സെയിൽസ് എന്ന് വന്ന ഒരുപാട് എമൗണ്ട് ഉണ്ടാവും. പക്ഷെ എല്ലാ സെയിൽസും ക്യാഷ് സെയിൽസ് ആയിക്കോളും നിർബന്ധമില്ല. ക്രെഡിറ്റ് സെയിൽസ് വരാം. നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാഷ് ബേസിസിലാണ്. നമ്മളെ പേ ബാക്ക് പീരീഡ് മാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാഷ് ബേസിസിലാണ് നോക്കുന്നത്. ക്യാഷ് ഇൻഫ്ലോ, ക്യാഷ് ഔട്ട്ഫ്ലോ, ക്യാഷ് വന്നോ പോയോ. കാരണം ക്യാഷ് നോക്കുന്നതാണ് കുറച്ചും കൂടി റിലയബിൾ അല്ലെ. കാരണം അക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നം എന്താ, മേ ബി നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എമൗണ്ട് ഉണ്ടാവും. കുറെ ലാഭമുള്ള പോലെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എടുത്താക്കിയാൽ, നമ്മുടെ ഫിനാൻഷ്യൽ ബുക്ക് കീപ്പിംഗിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്താക്കിയാൽ ഒരുപാട് നെറ്റിംഗം ഉള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷെ ആ നെറ്റിംഗത്തിലെ സെയിൽസ് ഫുള്ളും ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും ഒരു ക്യാഷ് നമ്മൾ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ആ ക്രെഡിറ്റ് സെയിൽസിൽ ഒരു നല്ലൊരു ശതമാനം ബാഡ് ഡെപ്റ്റ് ആയി പോയാലും, കടം വാങ്ങിയ ആൾക്കാർ പൈസ തിരിച്ചു തരാത്ത ഒരു സിറ്റുവേഷൻ വന്നാലോ നമുക്ക് നഷ്ടമല്ലേ. സോ നമ്മൾ അക്രൂവൽ ബേസിസ് അല്ല, നമ്മൾ ക്യാഷ് ബേസിസിലാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിലെ എല്ലാ ടൂൾസും യൂസ് ചെയ്യുന്നത്. ആ ടൂൾസിൽ ഒന്നാണ് പേ ബാക്ക് മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദി എഫക്ട് ഓഫ് അക്രൂവൽ അക്കൗണ്ടിങ് കൺവെൻഷൻ, അക്രൂവൽ അക്കൗണ്ടിങ് കൺവെൻഷനുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു. അപ്പം ക്വസ്റ്റ്യൻ 27 കറക്റ്റ് ആയില്ലേ? നിങ്ങൾ കറക്റ്റ് ആക്കി, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഏതായിരുന്നു നിങ്ങൾ ഇതിൽ ഞാൻ അയച്ചതിൽ? 26 നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി 25 അല്ലേ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ ആൻസർ കിട്ടിയത് നിങ്ങൾ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പ്രൊജക്ട് എ ആണോ? ഓപ്ഷൻ സി പ്രൊജക്ട് ബി. ഓരോരുത്തർ സുബിതൊക്കെ ഏതാ കിട്ടി? എനിക്ക് ഓപ്ഷൻ സി, അല്ല ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി പ്രോജക്റ്റ് പ്രൊജക്ട് സി. സി. ഓക്കെ, ആരാധനക്ക് ഏതാ കിട്ടി? ഓപ്ഷൻ ബി പ്രൊജക്ട് എ. ഓപ്ഷൻ ബി പ്രൊജക്ട് എ. മുബഷിറ? മുബഷിറക്ക് ഏത് ഓപ്ഷൻ ഓപ്ഷൻ കിട്ടി? ബി പ്രൊജക്ട് ബി, 3 ഇയേഴ്സിന്റെ പ്രോജക്ട്. പ്രൊജക്ട് ബി. ബി ആണ് ആൻസർ കിട്ടിയത്. അതായത് ബി, ഓപ്ഷൻ അതെ. സി. ഓപ്ഷൻ ഇവിടെ സി, ആൻസർ അതെ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രൊജക്ട് എ. ഓക്കെ, അത്യാവശ്യം ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം.
ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, അഥവാ നമ്മൾ പേ ബാക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇതാ ജനറലി ലീഡ്സ് ടു ദ സെയിം ഡിസിഷൻ ആസ് അതർ മെത്തേഡ്സ് ഫോർ ലോങ് ടേം പ്രോജക്ട്സ്. നമ്മൾ മറ്റുള്ള ടൂൾസ് യൂസ് ചെയ്യുമ്പോഴും പേ ബാക്ക് പീരീഡ് യൂസ് ചെയ്യുമ്പോഴും സെയിം ഡിസിഷനിലാണ്, സെയിം തീരുമാനത്തിലാണ് എത്തുക എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ആ കേസ് ഇവിടെ സംഭവിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. A company requires that capital investment proposal meet the acceptability criteria of both payback method and net present value. അഥവാ അവര് കമ്പനി റിക്വയർസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ, അവരുടെ ക്യാപിറ്റൽ പ്രൊപ്പോസൽസ് അഥവാ അവരുടെ പ്രോജക്ട്സ് പേബാക്ക് മെത്തേഡിന്റെ ക്രൈറ്റീരിയയും നെറ്റ് പ്രസന്റ് വാല്യൂയുടെ ക്രൈറ്റീരിയയും മീറ്റ് ചെയ്യണം. അതാണ് അവരുടെ ഉദ്ദേശം. പേബാക്ക് പീരീഡ് നോക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം NPV നോക്കുന്നുണ്ട്. പേബാക്ക് പീരീഡ് ആണെങ്കിൽ അവരുടെ കട്ട് ഓഫ് പീരീഡിനെക്കാളും ചെറുതായിരിക്കണം, നെറ്റ് പ്രസന്റ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കണം. അതാണല്ലോ നമ്മുടെ അക്സെപ്റ്റ് റിജക്ട് ക്രൈറ്റീരിയ. ഇനി ഞാൻ എടുത്ത് പോയിന്റ് വായിക്കാം. The company use a cut-off payback period of 4 years. കമ്പനിന്റെ കട്ട് ഓഫ് payback period എന്ന് പറഞ്ഞാൽ 4 years. അഥവാ 4 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മുടെ payback period വരുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യാം അല്ലെ. അതാണ് payback period ക്രൈറ്റീരിയ. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോജക്ട്സ് വിൽ പ്രൊഡ്യൂസ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട്സ് വെൻ അപ്ലൈങ് ദി പേബാക്ക് മെത്തേഡ് ആൻഡ് ദി NP മെത്തേഡ്? എന്താ അവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോജക്ട്സ്, ഇവിടെ 4 പ്രോജക്ട്സ് തന്നിട്ടുണ്ട്, ഇതിൽ ഏത് പ്രൊജക്റ്റ് ആണ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട്? എന്താ കോൺഫ്ലിക്റ്റിംഗ്? ശരിയാവാണ്ട് പരസ്പരം കോൺഫ്ലിക്റ്റ് അല്ലേ? ഫ്ലാഷ്. ചേരാത്തത്. അതെ, കോൺഫ്ലിക്റ്റ്. ഒരാൾ പറയും ഇതാണെന്നല്ലേ, ഒരാൾ പറയും മറ്റേതാണെന്നല്ലേ അല്ലെ. വെൻ അപ്ലൈങ് ദ പേബാക്ക് പീരീഡ് NP, പേബാക്ക് പീരീഡ് എന്നുള്ള ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോഴും NPV എന്ന് പറഞ്ഞ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ഏത് പ്രൊജക്റ്റിലാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ ആരാധന എന്തുകൊണ്ട് പ്രൊജക്ട് യൂസ് ചെയ്യുന്നു പറയാൻ പറ്റുമോ? കാരണം NPV ഏറ്റവും കൂടുതലുള്ളത് Yes. $8 lakh ആണ്. അതെ, അപ്പൊ അതവിടെ പോസിറ്റീവ് റിസൾട്ട് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. പക്ഷെ കട്ട് ഓഫ് പീരീഡ് വരുന്നത് 4 ഇയേഴ്സ് ആണ് വരുന്നത് പേബാക്ക് പീരീഡ്. പക്ഷെ 5 ഇയേഴ്സ് അതെ, ആണ്. അപ്പൊ ബെനിഫിറ്റും ഉണ്ട് അല്ലാണ്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഓക്കെ. ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട് തോന്നി. അതെ, ശരിയാണ്, നല്ല കാര്യം. ശരിയാണ് ആരാധന പറഞ്ഞത്. അഥവാ ഇവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പ്രോജക്ട് വിൽ പ്രൊഡ്യൂസ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട് വെൻ അപ്ലൈങ് പേബാക്ക് മെത്തേഡ് ആൻഡ് NP മെത്തേഡ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ കമ്പനി പേബാക്ക് മെത്തേഡും വെച്ചിട്ട് നോക്കുന്നുണ്ട്, പ്രൊജക്ട്സിനെ അനലൈസ് ചെയ്യുന്നുണ്ട്, നെറ്റ് പ്രസന്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് പ്രൊജക്ട്സിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, പ്രൊജക്ട് ഡി നോക്കാം. ആരാധന പറഞ്ഞത് പ്രൊജക്ട് A ആണ് കോൺഫ്ലിക്റ്റിംഗ് റിസൾട്ട് ആണ്. ശരിയാണ്, പ്രൊജക്ട് A ആണ്. അവൾ നല്ല കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഡി ആയില്ല? നമുക്ക് ബാക്കിയുള്ള 3 പ്രൊജക്റ്റിനെ നോക്കണല്ലോ. ഡി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്ടിന്റെ പേബാക്ക് പീരീഡ് 3 ഇയേഴ്സാണ്. കമ്പനിക്ക് ആവശ്യം 4 ഇയേഴ്സിനുള്ളിൽ കിട്ടണം. ഓക്കെ, പേബാക്ക് പീരീഡിന്റെ അക്സെപ്റ്റ് റിജക്ട് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത്, കാരണം 4 ഇയേഴ്സിനുള്ളിൽ കിട്ടുന്നുണ്ട് പ്രൊജക്ട് ഡി. ഇനി NPV നോക്കുമ്പോൾ NPV പോസിറ്റീവ് ആണ്. ഓക്കെ, പേബാക്ക് പീരീഡും ഓക്കെ പറഞ്ഞു, NPV ഓക്കെ പറഞ്ഞു അല്ലെ. അവർക്ക് ഡി അക്സെപ്റ്റ് ചെയ്യാം, ഒരു കോൺഫ്ലിക്റ്റും ഇവിടെ വന്നിട്ടില്ല. പേബാക്ക് പീരീഡ് പറഞ്ഞത് പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്തോ, NPV പറഞ്ഞത് പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്തോ. കാരണം പേബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് പീരീഡിനെക്കാളും ചെറുതാണ്, നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. രണ്ടിന്റെയും അക്സെപ്റ്റ് റിജക്ട് ക്രൈറ്റീരിയ മീറ്റ് ആയി. രണ്ടും സെയിം ഡിസിഷൻ അല്ലെ, രണ്ടും സെയിം ഡിസിഷൻ. NPVയും അക്സെപ്റ്റ് ആണ് പറഞ്ഞത്, പേബാക്ക് പീരീഡും അക്സെപ്റ്റ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ട് C ആണ് നിൽക്കണേ, പ്രൊജക്ട് B നോക്കാം. ഇപ്പൊ ഡി അല്ല ആൻസർ, കാരണം സെയിം ഡിസിഷൻ ആണ്, രണ്ടിലും ഒരേ തീരുമാനമാണ് പറയുന്നത്. ഇനി ബി നോക്കാം. ഇതാ ബിയിലും അതേ അവസ്ഥയാണ്, 3 ഇയേഴ്സ് കൊണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, 4 ഇയേഴ്സിനുള്ളിൽ കിട്ടിയാൽ മതി. ശരിയാണ്, 3 ഇയേഴ്സിന് കിട്ടുന്നുണ്ട്. പേ ബാക്ക് പറയുന്നു, പ്രൊജക്ട് ബി അക്സെപ്റ്റ് ചെയ്തോ. പക്ഷേ നെറ്റ് പ്രസന്റ് വാല്യൂലും സെയിം ആണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, പ്രൊജക്ട് ബിയിൽ രണ്ടും സെയിം അഭിപ്രായം പറഞ്ഞത്. അപ്പൊ എന്താ മനസ്സിലായി നമുക്ക്, പ്രൊജക്ട് ബിയും അല്ല ആൻസർ, കാരണം രണ്ടിലും സെയിം ഡിസിഷൻ ആണ്. രണ്ടുപേരും ഓക്കെ പറഞ്ഞു, പേ ബാക്ക് പീരീഡും ഓക്കെ, NPയും ഓക്കെ. ഇനി പ്രൊജക്ട് സി എന്തുകൊണ്ടായില്ല എന്ന് വെച്ചാൽ ഇതാ പ്രൊജക്ട് സിയുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫിനെക്കാട്ടും വലുതാ. പേ ബാക്ക് പീരീഡ് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വേണ്ട, 4 ഇയേഴ്സിന് ഉള്ളിൽ കിട്ടുകയാണ് മതി. ഇവിടെ 5 ഇയേഴ്സ് എടുക്കും. പേ ബാക്ക് പീരീഡ് നോ പറഞ്ഞു. NPVയോ, ഇവിടെ NPV ബ്രാക്കറ്റിൽ 3 lakh കൊടുത്താൽ NPV നെഗറ്റീവ് ആണെന്നല്ലേ പറഞ്ഞത്. അഥവാ NPVയും പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യേണ്ട, പേ ബാക്ക് പീരീഡും പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. രണ്ടും സെയിം ഡിസിഷൻ അല്ലേ. രണ്ടാളും പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്, പക്ഷെ രണ്ടും സെയിം ഡിസിഷനാണ്. ഓക്കെ,
അപ്പം എന്തുമല്ല സിയുമല്ല. ഇനി എ. എന്തുകൊണ്ട് എ ആയി? ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഈ 4 പ്രൊജക്റ്റിൽ ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ സംഭവിച്ചത് പ്രൊജക്ട് എയിലാണ്. നെറ്റ് പ്രസന്റ് വാല്യൂ നോക്കുമ്പോൾ ഏറ്റവും നല്ല പ്രൊജക്ട് നമുക്ക് എ ആണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പേ ബാക്ക് പീരീഡ് എത്ര? 5 ഇയേഴ്സാ. കട്ട് ഓഫിന്റെ ഉള്ളിൽ കിട്ടുന്നില്ല. കട്ട് ഓഫിനെക്കാളും കുറച്ചധികം സമയം വേണ്ടി വന്നു. എന്തുകൊണ്ടാ ഈ പ്രൊജക്ട് എയിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ മേ ബി പേ ബാക്ക് പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഇയേഴ്സിൽ നല്ല ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഒരു കോൺഫ്ലിക്ട് റിസൾട്ട് വന്നത്. പേ ബാക്ക് പീരീഡ് നോക്കുമ്പോൾ ഇവിടെ 5 ഇയേഴ്സ് കൊണ്ട് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്നുള്ളൂ. ഓക്കെ, കുറച്ചധികം സമയം എടുക്കും, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഇയേഴ്സിൽ നല്ല ക്യാഷ് ഫ്ലോ വന്നുകൊണ്ടാണ് നെറ്റ് പ്രസന്റ് വാല്യൂ ഏറ്റവും കൂടുതലായത്. അപ്പൊ പേ ബാക്ക് പീരീഡ് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യണ്ട, പക്ഷെ എൻ പി വി പറയുന്നത് അക്സെപ്റ്റ് ചെയ്തോ. ഏറ്റവും കൂടുതൽ എൻ പി വി ഉള്ളത് പ്രൊജക്ട് ചെയ്യല. രണ്ടാളും കോൺഫ്ലിക്റ്റ് ആയില്ലേ? ഓക്കെ, രണ്ടാളും അഭിപ്രായ വ്യത്യാസം വന്നില്ലേ? അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആ പോയിന്റ് ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പൊ അഭിപ്രായ വ്യത്യാസം വന്നു. എല്ലാ സിറ്റുവേഷനിലും എൻ പി വിയും പേ ബാക്ക് പീരീഡും സെയിം തീരുമാനം ആയിക്കോളും നിർബന്ധമില്ല. ഓക്കെ, ഇവിടെ സെയിം തീരുമാനം ആയിട്ടില്ല, പക്ഷെ ഓപ്ഷൻ സി നേരത്തെ ക്വസ്റ്റ്യനിൽ ജനറലി ലീഡ്സ് ദ സെയിം ഡിസിഷൻ ആസ് അതർ മെത്തേഡ്സ് ഫോർ ലോങ് ടേം പ്രൊജക്ട്സ്. ഓക്കെ, നമ്മൾ ലോങ് ടേം പ്രൊജക്ട്സിനെ അനലൈസ് ചെയ്യുമ്പോൾ അതർ മെത്തേഡ്സിലും എൻ പി വിയിലൊക്കെ നോക്കുമ്പോൾ സെയിം ഡിസിഷൻ ആയിരിക്കും. സെയിം ഡിസിഷൻ അല്ല, അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? ഇതൊക്കെ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25 കഴിഞ്ഞാൽ ഫോസ്റ്റർ മാനുഫാക്ചറിംഗ് ആണ് ക്വസ്റ്റ്യൻ. ഇതല്ലേ? വളരെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, പെട്ടെന്ന് കിട്ടും. എത്ര ആയിട്ട് ആൻസർ? ഓപ്ഷൻ ബി. 3 years. 3 ഇയേഴ്സ് അല്ലേ? ഓക്കെ, ഇവിടെ ഒന്നും ചിന്തിക്കാനല്ല. ഫോസ്റ്റർ മാനുഫാക്ചർ ഈസ് അനലൈസിംഗ് എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട് ദാറ്റ് ഈസ് ഫോർകാസ്റ്റഡ് ടു പ്രൊഡ്യൂസ് ദി ഫോളോയിങ് ക്യാഷ് ഫ്ലോസ് ആൻഡ് നെറ്റ് ഇൻകം. ഇവിടെ ഓരോ ഇയറിൽ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് -20,000. അതായത് ഇയർ 0 നമ്മളെ കയ്യിൽ നിന്ന് പോണ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000. ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസും തന്നിട്ടുണ്ട്, നെറ്റിംഗും തന്നിട്ടുണ്ട്. നെറ്റിംഗ് നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ ആവശ്യമില്ലാത്ത പലതും തരും, നമ്മൾ അതിലൊന്നും പോയി ചാടരുത്. നമുക്ക് ആവശ്യമുള്ള മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 20,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് ടൈം പീരീഡിലാണ് 20,000 തിരിച്ചു കിട്ടുന്നത്? ഇയർ 1 ആയപ്പോൾ 6,000 കിട്ടി. ഇയർ 2 ആയപ്പോൾ വീണ്ടും 6,000 കിട്ടി. ടോട്ടൽ 12,000 ആയി. ഇയർ 3ലെ ക്യാഷ് ഫ്ലോ 8,000 കൂടി കിട്ടിയപ്പോൾ കറക്റ്റ് 20,000 ഇയർ 3 ആകുമ്പോൾ തിരിച്ചു കിട്ടി. 3 ഇയേഴ്സ് ആണ് ഇതിന്റെ പേ ബാക്ക് പീരീഡ്. സിമ്പിൾ അല്ലേ? ഇനി 23. ഇത് എത്ര കിട്ടിയേ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി Then 2.42. A 2.17. 17 കിട്ടിയേ? അല്ല, എനിക്ക് 2.42. 40 കിട്ടിയേ? നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ചോദിച്ചത്. ഇത്രയും നേരം പേ ബാക്ക് പീരീഡ് ആയിരുന്നു ചോദിച്ചത്, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഓക്കെ, സോ കമ്പനി വിത്ത് 10% റിക്കവർ റേറ്റ് ഓഫ് റിട്ടേൺ. ഞാൻ എന്താ വെച്ചാൽ നോർമൽ കേസസിൽ ഞാൻ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ടൂൾസോ ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോർമലി ഹോക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തരാറ്. പക്ഷെ നിങ്ങൾക്ക് 2 ദിവസം ലീവ് ഇട്ടുകൊണ്ടാണ് ഞാൻ തന്നത്. അഥവാ ഈ റിക്കവേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ്. ഓക്കെ, ആ പേരിലും അത് അറിയപ്പെടും. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്. ഓക്കെ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മുന്നേ നമ്മൾ ടോപ്പിക് പഠിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. ഈ 10% ആണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? ഡിസ്കൗണ്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇവാലുവേറ്റിംഗ് 35,000 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ. ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ ഉണ്ട്, അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 35,000 ആണ്. ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ദിസ് പ്രോജക്ട്. ഈ 35,000 കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ 3 വർഷം കൊണ്ട് ഇത്രയും എമൗണ്ട് കിട്ടും. ഓക്കെ, ഇവിടെ ചോദിച്ചത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ വർഷം കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യാം. 10% ആണ് ഡിസ്കൗണ്ട് റേറ്റ്. ഓക്കെ, അടുത്ത വർഷം കിട്ടാൻ പോകുന്ന 10,000 ഇന്നത്തെ വാല്യൂ 10,000 ഡിവൈഡഡ് ബൈ 1.1 9,090. ഓക്കെ, സെക്കൻഡ് ഇയറിൽ കിട്ടാൻ പോണ 20,000 ഇന്നത്തെ വാല്യൂ 20,000 ഡിവൈഡ് ബൈ 1.1 ചെയ്താൽ 16,000 528. ഓക്കെ, എല്ലാ ഓപ്ഷൻസും 2 പോയിന്റ്. അപ്പൊ 2 ഇയർ കഴിഞ്ഞിട്ട് എന്തായാലും കിട്ടുന്നില്ല. അപ്പൊ 3ന്റെ ഇയറിന് എന്താണ് ഡിസ്കൗണ്ട് ചെയ്യണം. 3-ാം വർഷം കിട്ടാൻ പോണ 30,000 ഇന്നത്തെ വാല്യൂ 30,000 ഡിവൈഡ് ബൈ 1.1 ചെയ്താൽ 1, 2, 3.
22,539. 22,539. ഇതാണ് അവസ്ഥ. ഇനി എന്ത് ചെയ്യാൻ വേണം? ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണം. ഇതാ 1 ഇയർ ആയിട്ടും 35,000 ആയിട്ടില്ല. 2 ഇയർ ആയിട്ടും എന്താ സംഭവിക്കുന്നത്? 9,090 പ്ലസ് 60,528 ചെയ്താൽ ഇതാ ടോട്ടൽ 25,618 ആയിട്ടുള്ളൂ. 2 ഇയർ കഴിഞ്ഞതാ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു 2 ഇയർ പ്ലസ് 2 ഇയർ ആയപ്പോൾ 25,618 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതാ 35,000 മൈനസ് 25,618 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. തേർഡ് ഇയറിലെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഇതാണ് 22,539. 22,539. ഞാൻ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ പോവാ. 2 ഇയർ പ്ലസ് ഇനി എത്ര കിട്ടാനുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 35,000 നിന്നും 2 വർഷം കൊണ്ട് കിട്ടിയ എമൗണ്ട് കുറച്ച് 25,618 അത് ചെയ്താൽ 9,382 കിട്ടും. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ 22,539. ഓക്കെ, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ 22,539 അത് ചെയ്താൽ 0.416 എന്ന് കിട്ടും. അഥവാ 2 പ്ലസ് 0.416. ഓക്കെ, അതായത് നമുക്ക് 0.42 എടുക്കാം. അത് 2ലേക്ക് ആഡ് ചെയ്താൽ 2.42. ഓപ്ഷൻ ബി ആണ് അല്ലെ? സിമ്പിൾ അല്ലേ? ഇനി 23 കഴിഞ്ഞാൽ 21. ഓക്കെ, 21 സെയിം സംഭവം. ഡിസ്കൗണ്ട് പേ ബാക്ക് ആണ് ചോദിച്ചത്. എത്ര കിട്ടി നിങ്ങൾക്ക്? 2.5 years. 2.5 years. 2.5. 2.5 years കിട്ടി. നമുക്ക് നോക്കാം. Option 5. ഓക്കെ, ഇവിടെ എന്താ സംബന്ധിച്ചാൽ നേരത്തെ ക്വസ്റ്റ്യനിൽ ഓരോ വർഷം ഡിഫറെന്റ് ക്യാഷ് ഫ്ലോ ആയിരുന്നു. ഇവിടെ 1,20,000 ഫോർ ഈച്ച് നെക്സ്റ്റ് 3 years അല്ലെ? അടുത്ത 3 വർഷം എല്ലാ വർഷവും 1,20,000 കിട്ടാൻ ആനിറ്റി ആണ്. The company is analyzing the opportunity to expand into a new market. The expansion would require an initial investment of 2,61,600. ഇതാണ് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2,61,600. Cash flows for the market expansion are forecast to be 1,20,000 for next 3 years. അടുത്ത 3 വർഷത്തേക്ക് എല്ലാ വർഷവും 1,20,000 വെച്ച് കിട്ടുന്നുണ്ട്. ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അഥവാ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 8%. എങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എത്രയാണെന്ന് ചോദിച്ചു. ഇതാ ഇയർ 1 ഒരു 1,20,000, ഇയർ 2 1,20,000, ഇയർ 3 1,20,000. ഞാൻ എന്ത് ചെയ്യാൻ പോകണം? അതിനെ ഡിസ്കൗണ്ട് ചെയ്യാൻ പോകണം. ഞാൻ കാൽക്കുലേറ്ററിൽ 1,20,000 അടിക്കുന്നു. ഡിവൈഡഡ് ബൈ 1.08 8%. ഒരു ഈക്വൽ അടിച്ചാൽ ഒന്നാം വർഷം കിട്ടാൻ പോണ 1,20,000 വാല്യൂ കിട്ടി 1,11,111. 1,11,111. ഓക്കെ, ഒരു ഈക്വലിനും കൂടി അടിച്ചാൽ രണ്ടാം വർഷം കിട്ടാൻ പോണ 1,20,000 പെർസെന്റ് വാല്യൂ കിട്ടി 1,02,000 1,02,880. ഒരു ഈക്വലിനും കൂടി അടിച്ചാൽ തേർഡ് ഇയറിൽ കിട്ടാൻ പോണ 1,20,000 വാല്യൂ കിട്ടി അഥവാ 95,259. ഓക്കെ, 3 ഇയേഴ്സ് ഞാൻ ഡിസ്കൗണ്ട് ചെയ്ത് വെച്ച്. ഇനി എന്താണ് എനിക്ക് ഡിസ്കൗണ്ട് പേ ബാക്ക് കണക്കാണ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാൻ പോണത്? എനിക്ക് ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ളത് പറഞ്ഞാൽ 2,61,600 ആണ്. ഓക്കെ, ഇയർ 1 ആയിട്ട് എന്തായാലും ആയിട്ടില്ല. ഓക്കെ, ഇയർ 2 ഞാൻ ആഡ് ചെയ്ത് നോക്കിയപ്പോ 1,11,111 ഞാൻ 1,02,880 ആഡ് ചെയ്തപ്പോ 2,13,991 കിട്ടി. ആയിട്ടില്ല. 2,61,600 കിട്ടണം. സോ നമുക്കറിയാം 2 ഇയർ ആയിട്ടും പേ ബാക്ക് പീരീഡ് ആയിട്ടില്ല. 2 ഇയർ പ്ലസ് ഇനി എത്ര ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്താനുള്ളത് വെച്ചാൽ കാൽക്കുലേറ്ററിലെ എമൗണ്ട് ഞാൻ ഡയറക്റ്റ് മൈനസ് ചെയ്തിട്ട് 2,61,600 ഡയറക്റ്റ് അടിച്ചാൽ മതി. മൈനസ് ഫിഗറാ കിട്ടുക, അത് മൈനസ് ഒഴിവാക്കിയാൽ മതി. സോ ഇനി എനിക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കിട്ടാനുള്ള എമൗണ്ട് പറഞ്ഞാൽ 47,609 ആണ്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ അഥവാ 95,259. ഓക്കെ, ഡിവൈഡഡ് ബൈ 95,259 അത് ചെയ്താൽ 0.499 കിട്ടും അല്ലെ? അഥവാ 2 പ്ലസ് 0.4999 അതായത് 2.5 years. ഓപ്ഷനിലുള്ളത് ഏറ്റവും മാച്ച് ആയിട്ട് 2.5 years ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതിലൊരു 16 ക്വസ്റ്റ്യൻ ഉണ്ട്, വലിയൊരു ക്വസ്റ്റ്യൻ.
അത് എത്തിയോ നോക്കാം. കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 7 ഉണ്ട്, 11 ഉണ്ട്. ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, ഈ 7 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പ്രസന്റ് വാല്യൂ എന്നുള്ള ഹെഡിങ് തന്നെ ആൻസർ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ക്വസ്റ്റ്യനും 108 സെക്കൻഡ് വേണ്ടി വരില്ല. ചില ക്വസ്റ്റ്യനിൽ 108നേക്കാൾ കൂടുതൽ വേണ്ടി വരും. ചില ക്വസ്റ്റ്യനിൽ ഒരു 10 സെക്കൻഡോട് ആൻസർ കിട്ടും. The technique that recognizes the time value of money by discounting the after-tax cash flow for a project over its life time period using the company's minimum desired rate of return is called. ഏതാ ആൻസർ? നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. പ്രസന്റ് വാല്യൂ അല്ലെ? നെറ്റ് പ്രസന്റ് വാല്യൂ എന്താണെന്നാണ് അവിടെ ചോദിച്ചത്. അഥവാ ദ ടെക്നിക് ദാറ്റ് റെക്കഗ്നൈസ് ടൈം വാല്യൂ ഓഫ് മണി, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നുണ്ട് ബൈ ഡിസ്കൗണ്ടിങ് ദി ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് ഫോർ എ പ്രോജക്ട്. ഒരു പ്രൊജക്ടിന്റെ ആഫ്റ്റർ ടാക്സ് ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഓവർ ഇസ് ലൈഫ്, ഒരു പ്രൊജക്ടിന്റെ ലൈഫിലുള്ള എല്ലാ ക്യാഷ് ഫ്ലോസും ഡിസ്കൗണ്ട് ചെയ്തിട്ട് ടു ടൈം പീരീഡ് 0, അതായത് ടൈം പീരീഡ് 0 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രസന്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അല്ലെ? യൂസിങ് ദ മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അഥവാ ഒരു പെർസെന്റേജ് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ട്, അതിനാണ് മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ആ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പല പേരുകളിൽ അറിയപ്പെടും. അതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് പല പേരുകളുണ്ട്. പക്ഷെ ഏത് തന്നാൽ ആ ഡിസ്കൗണ്ട് റേറ്റ് ആണ്. നമ്മളെ 1/1+6 ആറിനാണ് ഇത് സൂചിപ്പിച്ചത്, മിനിമം ഡിസൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ, അഥവാ നെറ്റ് പ്രസന്റ് വാല്യൂ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 15 സെക്കൻഡ് പോരെ? ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല, കുറച്ചൊക്കെ ഉണ്ടാവും എക്സാമിന്. ഓക്കെ, പെട്ടെന്ന് കിട്ടണം, അയ്യേന്നായി പോകും. ഇതൊരു നല്ല ക്വസ്റ്റ്യൻ. ഇതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്, ആൻസർ അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു തിയറി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കെ, അല്ലേ വേണ്ട, ഇത് ചെയ്തിട്ട് അത് ചെയ്യാം. ഇതും കൂടി ചെറുതല്ല. 27 നമ്പറിൽ ക്വസ്റ്റ്യൻ. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് ബോത്ത് സിമ്പിൾ പേബാക്ക് പീരീഡ് ആൻഡ് ഡിസ്കൗണ്ട് പേബാക്ക് പീരീഡ് ഓഫ് എ പ്രോജക്ട്, ദ ഡിസ്കൗണ്ട് പേബാക്ക് ഈസ്. എന്താ ആൻസർ കിട്ടിയത്? ഓപ്ഷൻ ബി. ബി. എല്ലാവർക്കും ബി ആയിട്ട്? എല്ലാവർക്കും ബി ആയിട്ട് ശരിയാണ്. അതായത് പേബാക്ക് നോക്കിയപ്പോഴും ഡിസ്കൗണ്ട് പേബാക്ക് നോക്കിയപ്പോഴും ഡിസ്കൗണ്ട് പേബാക്കിലുള്ള സംഭവിക്കില്ല. എന്തായാലും നമ്മൾ വ്യത്യാസം അല്ലെ? ലോങ്ങർ ബിക്കോസ് ടൈം വാല്യൂ ഓഫ് മണി ലോവേഴ്സ് ദി വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് അല്ലെ? നമുക്കറിയാം 2 years ആണ് നമ്മളെ പേബാക്ക് പീരീഡ് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നോർമൽ പേബാക്ക് പീരീഡ് 2 year ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മേ ബി ഡിസ്കൗണ്ട് പേബാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു 2.5 years ട്രാവൽ ചെയ്യേണ്ടി വരും, കുറച്ചും കൂടി മുന്നോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. അതിന്റെ റീസൺ എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോസിന് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കുറയുന്നു. സോ വാല്യൂ കുറഞ്ഞ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തിരിച്ച് എടുക്കാൻ നോക്കുന്നത്. അപ്പം കുറച്ച് ദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും അല്ലെ? അപ്പൊ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് ഓൾവേസ് പേ ബാക്കിനെക്കാട്ടും വലുതാണ്, ലോങ്ങർ ആണ്. ബിക്കോസ് അതിന്റെ കാരണം എന്താ? ടൈം വാല്യൂ ഓഫ് മണി ലോവേഴ്സ് ദി വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് അല്ലെ? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. സുബിത, ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ തൽക്കാലത്തിലേക്കുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ എത്ര ആൻസർ കിട്ടി? സർ, എനിക്ക് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ചെയ്തില്ല? ഓക്കെ, കുഴപ്പമില്ല. നല്ലൊരു ടഫ് ക്വസ്റ്റ്യനാണ്. ആർക്കെങ്കിലും കിട്ടിയതോ? ബുഷിറ നോക്കിയതോ? 2 ഓപ്ഷൻ കൺഫ്യൂഷൻ ആയിരുന്നു. 2 ഓപ്ഷൻ. ഏതൊക്കെ ഓപ്ഷൻസാ? ഓപ്ഷൻ സിയും പിന്നെ ഓപ്ഷൻ ബിയും. ഓപ്ഷൻ സിയും ബിയും സിയും ബിയും അല്ലെ? അഥവാ പ്രൊജക്ട് ബിന്റെ ഡിസ്കൗണ്ട് പേബാക്ക് 4.49. അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണല്ലോ. ഇതിൽ 2 പ്രൊജക്ടിന്റെ ഡിസ്കൗണ്ട് പേബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടും. അപ്പൊ രണ്ട് ഓപ്ഷന്റെ ഡൗട്ട് വരാൻ പാടില്ല. 2 ഓപ്ഷൻ ഡൗട്ട് വരെ എപ്പോഴാ അറിയാം? നമ്മുടെ ഇതുപോലത്തെ തിയറി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. ഇങ്ങനത്തെ അല്ല, അഥവാ കുറച്ച് ചിന്തിക്കാനുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ചെയ്തായിരുന്നു ഇവിടെ. ഇങ്ങനത്തെ തിയറി ക്വസ്റ്റ്യനിലാണ് നമുക്ക് 2 ഓപ്ഷൻ ഇതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരേണ്ടത്. ഇതിൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ഡിസ്കൗണ്ട് പേബാക്ക് പീരീഡ് ആണ് ചോദിച്ചത്, പക്ഷെ തന്ന രീതിക്ക് ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സുബിത നോക്കിയായിരുന്നോ ഈ ക്വസ്റ്റ്യൻ? നോക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി അസസസ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് സോൺലി ബൈ യൂസിങ് പേബാക്ക് മെത്തേഡ്. ഇപ്പോൾ ഒരു പേബാക്ക് പീരീഡ് ആണ് യൂസ് ചെയ്യുന്നത്.
The company recently analyzed two projects. Okay. The company can choose only one investment. ഈ പ്രൊജക്ട് എ ഉണ്ട്, പ്രൊജക്ട് ബി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Management has decided to switch to using discounted payback method in order to consider time value of money in its evaluation of projects. മാനേജ്മെന്റ് നോർമൽ പേ ബാക്ക് പീരീഡിൽ നിന്നും ഡിസ്കൗണ്ടഡ് പേ ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. ഓക്കെ. വിച്ച് പ്രോജക്ട് ഈസ് പ്രിഫറബിൾ ഫ്രം ദി പെർസ്പെക്ടീവ് ഓഫ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്? അഥവാ ഇത്രയും അവർ പറഞ്ഞ കഥകളുണ്ടാവും, ആ കഥ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അവസാനത്തെ റിക്വയർമെന്റ് മാത്രം വായിച്ചാൽ മതി. അഥവാ വിച്ച് പ്രോജക്ട് ഈസ് പ്രിഫറബിൾ ഫ്രം ദി പെർസ്പെക്ടീവ് ഓഫ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്? പ്രോജക്ട് എ ഉണ്ട്, പ്രോജക്ട് ബി ഉണ്ട് അല്ലെ. അഥവാ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡിന്റെ പെർസ്പെക്ടീവില് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് വെച്ച് നോക്കുമ്പോൾ പ്രോജക്ട് എ ആണോ ബി ആണോ നല്ലത്? ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ദ കമ്പനി ക്യാൻ ചൂസ് ഓൺലി വൺ ഓഫ് ദീസ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒന്നേ കമ്പനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റിലാണ് ചെയ്യാം? ഏറ്റവും പേ ബാക്ക് പീരീഡ് കുറവുള്ളതിലല്ലേ ചെയ്യാം. ഓക്കെ, അങ്ങനെ പ്രൊജക്ട് എന്റെയും ബിന്റെയും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് കണ്ടുപിടിച്ചാൽ ഒരു ടൈം പീരീഡ് കിട്ടും അല്ലെ. ആ ടൈം പീരീഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏതാണ് ഓപ്ഷൻ നോക്കിയാൽ എക്സാക്ട് കിട്ടും. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. ആൻസർ അല്ല, അഥവാ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് നമ്മളൊരു വാല്യൂ കിട്ടിയായിരുന്നു അവസരം. ഇത്ര ഏത് ഇയറിലാണ് പ്രൊജക്ട് ചെയ്യാൻ ഡിസ്കൗണ്ട് പേ ബാക്ക് വരുന്നത് എന്ന് കിട്ടിയായിരുന്നു? പ്രോജക്ട് എ ആണ് ആ പ്രൊജക്ട് ചെയ്യാൻ 4.58. ഞാൻ കാൽക്കുലേറ്റ് ഉണ്ടായില്ല, മൊബൈലിലാണ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് വാല്യൂസ് കുറച്ച് ഡിഫറെന്റ് ആയി. 4.58 4.58. പ്രൊജക്ട് ബിന്റെ അപ്രോക്സിമേറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. പ്രൊജക്ട് ബിന്റെ 4.49 ഇയേഴ്സാ. ഒറ്റ സെക്കൻഡ്, ഓഫീസർ ചെയ്ത കറക്റ്റ് ആണ് പോകുന്നത്. പ്രൊജക്ട് ചെയ്യേണ്ടത് 4.58 അല്ലേ കിട്ടിയേ? 4.58 അല്ലെ. പ്രൊജക്ട് ചെയ്യാൻ ഡിസ്കൗണ്ട് പേ ബാക്ക് 4.58 ആണ്. അതുപോലെ പ്രൊജക്ട് ബിയുടേത് 2,41,650 2,55,150 plus 2,41,650 divided by 600. പ്രൊജക്ട് ബിന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് എത്ര കിട്ടി? 4.49. അത് അപ്രോക്സിമേറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ഓപ്ഷൻ ആയിരിക്കും എന്ന് കരുതി. ഉപശിറ ആൻസർ കറക്റ്റ് ആണ്. പിന്നെ ഇതിന് ഒരു കോൺഫിഡൻസ് രണ്ട് പ്രൊജക്ടിന്റെയും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് കണ്ടെത്തിയാൽ പിന്നെ ഈ ഓപ്ഷന് കുറച്ച് വലുതാക്കിയിട്ടാ തന്നത്. കുറച്ച് കഥ എഴുതി പോലെ ഒരു സെന്റൻസ് പോലെ തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ പേ ബാക്ക് പീരീഡ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് കൊടുത്തായിരുന്നു. 2.2 years 2.3 years. അത് കിട്ടിയാൽ നമുക്ക് ഓപ്ഷൻ ഏതാണെന്ന് സിമ്പിൾ ആയിട്ട് കിട്ടും. അത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ കുറച്ച് കൺഫ്യൂഷൻ അല്ല, കുറച്ചൊരു ടാസ്ക് ഉള്ളത്. ഇതുവാ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിച്ചത്? ഡിസ്കൗണ്ടഡ് പേ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് ആയിരുന്നു ചോദിച്ചത്. ഓക്കെ, നോർമൽ ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു? മാനുവലി ഡിസ്കൗണ്ട് ചെയ്തു. മാനുവലി ഭാവിയിൽ കിട്ടാൻ പോകുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ മറ്റേ ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏത് ടൈം പീരീഡിലാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 35,000 തിരിച്ചു കിട്ടുന്നത് അല്ലെ. 2.42 ഇയേഴ്സിലാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് വരുന്നത് നമുക്ക്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എന്തോ ഒരു സാധനം മിസ്സിംഗ് അല്ലേ? എന്താ മിസ്സിംഗ്? ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടുണ്ടോ അവിടെ? ഇല്ല, പക്ഷെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. അതെ, ഡിസ്കൗണ്ട് റേറ്റ് തന്നിട്ടില്ല. അവർ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ അത് ചെയ്യാം. ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ്, നോർമൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് അല്ല, ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ്. അഥവാ അതെ, ആഡ് ചെയ്ത് പോയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ആണ് അവർക്ക് തന്നിട്ടുള്ളത്. അഥവാ അവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ആദ്യം നോർമൽ ക്യാഷ് ഫ്ലോസിന്റെ രീതിയിൽ പറഞ്ഞുതരാം. ഇയർ 0 2 million 20 lakh നെഗറ്റീവ് ഫിഗർ ആണ്. അതാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. നമ്മൾ 20 lakh ഇൻവെസ്റ്റ് ചെയ്തു. ഇയർ 1 1,50,000 കിട്ടുന്നു. ഇയർ 2 2 lakh കിട്ടുന്നു. ഇയർ 3 4,50,000 കിട്ടുന്നു. ഇയർ 4 12 lakh കിട്ടുന്നു. ഇയർ 5 50 lakh കിട്ടുന്നു. ഈ 5 എമൗണ്ടിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അവർ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്.
1,50,000 എത്ര, അടുത്ത സെക്കൻഡ് ഇയറിലെ 2,00,000 എത്ര എന്ന് ഡയറക്റ്റ് അല്ല കൊടുത്തത്, അവരൊരു ഡിഫറെന്റ് രീതിയിലാണ് തന്നത്. അഥവാ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ 1,50,000 ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇന്നത്തെ വാല്യൂ കൺവേർട്ട് ചെയ്യാം, ഈ 2,00,000 ഇന്നത്തെ വാല്യൂ കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. പക്ഷെ ആ ഡിസ്കൗണ്ട് റേറ്റ് അവർ തന്നിട്ടില്ല. പക്ഷെ അവർ എന്ത് തന്നിട്ടുണ്ട്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് തന്നിട്ടുണ്ട്. നോർമൽ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസ് അല്ല, ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ്. അഥവാ ഈ ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്തിട്ട് എത്രയാണ് പ്രസന്റ് വാല്യൂ എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്രയാണ് അവർ യൂസ് ചെയ്ത് ഡിസ്കൗണ്ട് റേറ്റ് എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം നമുക്ക്. ഓക്കെ, ഒരു സെക്കൻഡ്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാഷ് ആൻഡ് ടഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രോജക്റ്റ് ആൻഡ് ഇതാ എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഇയർ 0 ആയപ്പോ 2 മില്യൺ ആണ് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെ. അവരെന്താ ഇവിടെ 2 മില്യൺ കൊടുത്തതെന്നുള്ള ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇയർ 0 അവർക്ക് ഇനി തിരിച്ചു കിട്ടാനുള്ളത് 2 മില്യൺ ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തതിലെ 2 മില്യൺ ഇനി തിരിച്ചു കിട്ടാനുണ്ട്. ഈ ഇയർ 0 ഇയർ 1 പോയപ്പോ ഇയർ 1 ആയപ്പോ ഒരു 1,50,000 അവർക്ക് കിട്ടിയായിരുന്നു. അവർക്ക് കിട്ടും അല്ലെ. അങ്ങനെ കിട്ടിയാൽ ഇനി അവർക്ക് 20 ലാക്ക് കിട്ടാനില്ല. ഇനി അവർക്ക് ഇത്രയും കൂടിയേ കിട്ടാനുള്ളൂ. അഥവാ 18,63,650. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇയർ 0 നിന്നും 1 മാറിയപ്പോൾ, അഥവാ ഇയർ 0 നിന്നും 1 പോയപ്പോൾ ഒരു 1,50,000 കിട്ടി അല്ലെ. അതിന്റെ പ്രസന്റ് വാല്യൂ ഈ 2 മില്യൺ ലെസ് ചെയ്ത എമൗണ്ട് ആണ് ഇവിടെ അവർ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ 2 മില്യൺ ഈ ഇയർ ഇങ്ങനെ കോൺസെപ്റ്റ്സിൽ ചിന്തിക്കണം. ഞാൻ മലയാളത്തിൽ പറഞ്ഞല്ലോ. ഇയർ 0 ആയപ്പോ അവർക്ക് ഇനി കിട്ടാനുള്ള ക്യാഷ് ആണ് അവർ ഇവിടെ തന്നിട്ടുള്ളത്. നോർമൽ കേസിൽ നമ്മൾ എന്താ ചെയ്യാം? നോർമൽ കേസിൽ അഥവാ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഓൾറെഡി എത്ര കിട്ടി? ഇയർ 1 ആയപ്പോ എത്ര കിട്ടി? ഇയർ 2 ആയപ്പോ കിട്ടി അല്ലെ. ഇയർ 2 ആയപ്പോ ഇത്രയും കിട്ടി. ഇനി എത്ര കിട്ടാനുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവസാനം ലെസ് ചെയ്ത്, അവസാനമാണ് ഈ 35,000 ഞാൻ ഓൾറെഡി കിട്ടിയത് ലെസ് ചെയ്ത്, എന്നിട്ട് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. അത് ചെയ്താൽ നമ്മൾ ഡിസ്കൗണ്ട് പേ ബാക്ക് കിട്ടും. പക്ഷെ ഇവിടെ എന്താ ചെയ്തതാണ്, അവര് ഓൾറെഡി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കുറച്ച് കുറച്ച് പോവാം. ഓക്കെ, ഇനി ഇത്ര കിട്ടാനുണ്ട്, ഇനി ഇത്ര കിട്ടാനുണ്ട് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതാ ഇതാ ഇയർ 0 അവർക്ക് ഇനി 2 മില്യൺ കിട്ടാണ്ട്, അവരെ ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 2 മില്യൺ തിരിച്ചു കിട്ടാണ്ട്. ഇയർ 1 1,50,000 ഇയർ 1 ഒരു 1,50,000 കിട്ടി. അപ്പൊ എന്താ സംഭവിച്ചത്? ഇനി അവർക്ക് 2 മില്യൺ കിട്ടാനില്ല. ഇനി അവർ ഇൻവെസ്റ്റ് ചെയ്ത ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത്രയും കൂടിയേ കിട്ടാനുള്ളൂ. മനസ്സിലായോ? അഥവാ ഈ 2 മില്യണും 18,63,650 തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഈ 1,50,000 പ്രസന്റ് വാല്യൂ ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഈ 2 മില്യന്റെയും ഈ 18,63,650 ഡിഫറൻസ് 2 മില്യൺ മൈനസ് 18.63 മില്യൺ. ഞാൻ കംപ്ലീറ്റ് 0 എന്ന് എഴുതുന്നില്ല, അത് ഞാൻ കാൽക്കുലേറ്റർ ലെസ് ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. 2 മില്യൺ മൈനസ് 18,63,650. 1,36,350. എന്താ ഈ 1,36,350 അർത്ഥം? അവർക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടിയില്ല. അഥവാ 1,50,000 നോർമൽ ക്യാഷ് ഫ്ലോസ് ആണ് ഇയർ 1. അതിനെ ഡിസ്കൗണ്ട് ചെയ്തപ്പോഴാണ് ഈ 1,36,350 കിട്ടിയത്. അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയ 2 മില്യൺ ലെസ് ചെയ്തപ്പോൾ ഇനി അവർക്ക് ഇയർ 1 സമയം കഴിഞ്ഞപ്പോ ഇനി അവർക്ക് 2 മില്യൺ തിരിച്ചു കിട്ടാൻ ബാക്കിയില്ല. ഇത്രയും കൂടിയേ കിട്ടാനുള്ളൂ, 18,63,650. അഥവാ ഇയർ 1 കിട്ടിയ ക്യാഷ് ആയിട്ടുള്ള 1,50,000 ഡിസ്കൗണ്ട് ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,36,350 ആയി മാറി. ഓക്കെ, ആരാധന ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, അഥവാ ഈ 1,50,000 ഇയർ 1 കിട്ടി. അത് അവർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഇത്. ഈ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടി ഈ 2 മില്യണും 18,63,650 നമ്മൾ ഡിഫറൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ ഏത് ഡിസ്കൗണ്ട് റേറ്റ് ആണ് യൂസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ പ്രസന്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r⁻n
ഓക്കെ, ഈ 1+r റേസ് ടു n ആറൊന്നും ഇവിടെ തന്നിട്ടില്ല. പ്രസന്റ് വാല്യൂ ഈ 1,50,000 പ്രസന്റ് വാല്യൂ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് വെച്ചാല് നമുക്ക് ഡിസ്കൗണ്ട് പേ ബാക്ക് കിട്ടിയാൽ മതി. നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് എത്രയാണെന്ന് അറിയണ്ട, കാരണം അതുപോലെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ വേണമെങ്കിൽ ഇതിന്ന് ഡിസ്കൗണ്ട് റേറ്റും കണ്ടെത്താൻ നമുക്ക് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഇതാ പ്രസന്റ് വാല്യൂ ഈ 1,50,000 പ്രസന്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞത് 1,36,350 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ 1,50,000 ആണ്. ഓക്കെ, ഈ 1,50,000 ഡിവൈഡഡ് ബൈ 1+r റേസ് ടു n ഏതോ ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് ഒരു ഈക്വൽ അടിച്ചപ്പോ, ഒരു ഈക്വൽ അടിച്ചെന്ന് പറഞ്ഞാൽ ഇയർ 1-ലല്ലേ, അപ്പൊ ഏതോ ഒരു 1+r എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ ആൻസർ കിട്ടിയത്. അപ്പൊ ഈ 1+r കിട്ടാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ 1,50,000-നെ 1,36,350 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒന്ന് ചെയ്ത് നോക്കിക്കേ. 1,50,000 ഡിവൈഡഡ് ബൈ 1,36,350 ചെയ്താൽ നിങ്ങൾക്ക് 1.100 എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കിട്ടും. ഒന്നുകൂടി ചെയ്തരാം. ഞാന് എനിക്ക് അറിയേണ്ടത് 1+r അവർ ഏത് ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഡിസ്കൗണ്ട് ചെയ്തതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ ഒന്നുകൂടി ചെയ്താ പ്രസന്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1+r റേസ് ടു n. റേസ് ടു n-ന്റെ അവിടെ 1 ആണ്, കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് 1,50,000 കിട്ടുന്നത്. പ്രസന്റ് വാല്യൂ 1,36,350 ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഫ്യൂച്ചർ വാല്യൂ, അതിന്റെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,50,000 ആണെന്ന് എനിക്കറിയാം. അതിനെ ഈ 1,50,000 ഡിവൈഡഡ് ബൈ 1 ഏതോ ഒരു എമൗണ്ട് അല്ലെ, അതായത് 1+r ഏതോ ഒരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് ഈ 1,36,350 കിട്ടിയത്. എനിക്ക് അറിയേണ്ടത് 1+r-ലെ ആറാണ്. ഈ 1+r എത്രയാണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഈ 1+r കിട്ടാൻ വേണ്ടിയിട്ട് ഈ 1,50,000 ഡിവൈഡഡ് ബൈ 1,36,350 ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ എന്റെ കാൽക്കുലേറ്റർ കിട്ടാൻ പോണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1+r ആണ്. നിങ്ങൾ ചെയ്തപ്പോ എന്താ കിട്ടി? 1,50,000 ഡിവൈഡഡ് ബൈ 1,36,350 ചെയ്താൽ കാൽക്കുലേറ്ററിൽ എത്ര കിട്ടി? 1.1 പിന്നെ 00 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാല്യൂസ് ഉണ്ട്. ചെറിയ ഡിഫറൻസ് കൊണ്ടാണ് അത് വിഷയാക്കേണ്ടത്. എത്ര കിട്ടിയ കാൽക്കുലേറ്ററിൽ? 1.10. 1.10. അതായത് ഈ 1.1 എന്ന് പറഞ്ഞാൽ ആ 1 കഴിഞ്ഞിട്ടുള്ള ചെറിയ 00 ആണ്, അത് ചെറിയ മൈന്യൂട്ട് പോയിന്റ് ആണ്. അതുകൊണ്ട് ഞാൻ അതിന് എടുത്തില്ല. ഓക്കെ, അഥവാ 1.1 ആണ് ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അതെന്താന്ന് വെച്ചാൽ 1+r എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചുള്ള വാല്യൂവിന്റെ ഈക്വൽ ആയിട്ട് നമുക്ക് എന്താ കിട്ടി? 1.1 ആണ്. അഥവാ അവർ യൂസ് ചെയ്ത ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ 1,50,000 ഡിവൈഡഡ് ബൈ 1.1 ഇനി ഒന്ന് ചെയ്ത് നോക്കിക്കേ. 1,36,350 അല്ല 363. ചെറിയൊരു ഡിഫറൻസ് വരും. അത് നമ്മൾ പോയിന്റ് എടുക്കാത്തതുകൊണ്ടാണ്. ഒന്ന് ചെയ്ത് നോക്കിക്കേ. എനിക്ക് 1 ഇയർ കഴിഞ്ഞ് കിട്ടിയ 1,50,000-ന് ഇന്നത്തെ വാല്യൂ കണ്ടുപിടിച്ചതാണ് എനിക്ക് ചെയ്തത്. 1,50,000 ഡിവൈഡഡ് ബൈ 1.1 ചെയ്താൽ എനിക്ക് 1,36,350 എന്ന് കിട്ടും. 350 അല്ല 63. ചെറിയൊരു പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ 1.1 കഴിഞ്ഞിട്ട് 00 ചെറിയൊരു പോയിന്റ് മിസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ചെറിയ പോയിന്റ് വന്നത്. പക്ഷെ അത് വിഷയമല്ല. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇയർ 1-ൽ കിട്ടിയ 1,50,000 ഡിസ്കൗണ്ട് ചെയ്തപ്പോഴാണ് എനിക്ക് 1,36,350 കിട്ടി. ഇപ്പൊ ഇയർ 1 കഴിയുമ്പോൾ എനിക്ക് 1,50,000 കിട്ടി. അതായത് ഈ 1,50,000 നമ്മൾ ഡയറക്റ്റ് കുറയ്ക്കുന്നില്ല, അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഞാൻ കുറച്ചത്. ഏതിന്ന്? ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഈ നോർമൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്ത് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നമ്മൾ ആദ്യം ഈ പ്രസന്റ് വാല്യൂ ഒക്കെ കൂട്ടിയിട്ട് അവസാനം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്യും. ഇവിടെ ആദ്യമേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്തിട്ട് ഇനി എത്ര കിട്ടാണ്ട് ഇയർ 1 കഴിയുമ്പോൾ 1,50,000 പ്രസന്റ് വാല്യൂ കിട്ടി. 1,36,350 കിട്ടി കഴിഞ്ഞു. അത് ഞാൻ എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്താൽ ഇയർ 1 കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലെ ഇത്രയും എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടാനുണ്ട്. ഇനി അങ്ങനെ ചിന്തിച്ച് പോയാൽ എല്ലാ എമൗണ്ടും ഡിസ്കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. ഓക്കെ, ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റ എക്സാമ്പിൾ ചെയ്തത്. 1,50,000 ഡിവൈഡഡ് ബൈ അതിന്റെ പ്രസന്റ് വാല്യൂ ചെയ്താൽ 1+r കിട്ടും. അപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എല്ലാ ക്യാഷ് ഫ്ലോസും 10% ഡിസ്കൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ലല്ലോ. അത് വളഞ്ഞ വഴിയല്ലേ, നമുക്ക് സിംഗിൾ വഴി കൂടി പോവാം. ഇനി ശ്രദ്ധിച്ചോ, ഇയർ 0-ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കംപ്ലീറ്റ് എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടാനുണ്ട്. 1 ഇയർ കഴിയുമ്പോൾ 1,50,000 പ്രസന്റ് വാല്യൂ എനിക്ക് കിട്ടിയ പ്രസന്റ് വാല്യൂ ഞാൻ എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്തപ്പോൾ
ഈ 2 മില്യണിന് 1,50,000 പ്രസന്റ് വാല്യൂ ആയിട്ടുള്ള 1,36,350 ലെസ് ചെയ്തപ്പോൾ ഇയർ 1 കഴിയുമ്പോൾ എനിക്ക് ഇത്രയും കൂടിയേ എനിക്ക് കിട്ടാൻ ബാക്കിയുള്ളൂ. 1,86,000 അല്ല 18,63,650 കിട്ടാൻ ബാക്കിയുള്ളൂ. ഓക്കെ, ഇയർ 2 കഴിയുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു 2 ലാക്ക് കിട്ടിയില്ലേ? 2 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ എത്ര വേണം ആയിക്കോട്ടെ, നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ 2 ലാക്ക് ഡിവൈഡഡ് ബൈ 1.112 രണ്ട് ഈക്വൽ അടിച്ചാൽ കിട്ടും. പക്ഷേ 2 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ ഈ 18,63,650 ലെസ് ചെയ്തതാണ് ഈ എമൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മലയാളത്തിൽ പറഞ്ഞ മനസ്സിലാവണം. അതായത് ഇയർ 2 കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഇത്രയും കൂടി എനിക്ക് കിട്ടാനുണ്ട്. കംപ്ലീറ്റ് കിട്ടിയോ? ഇല്ല. അപ്പൊ ഡിസ്കൗണ്ട് പേ ബാക്ക് ആയിട്ടില്ല. ഇയർ 3യിൽ 4,50,000 കിട്ടി. അതിന്റെ പ്രസന്റ് വാല്യൂ ഞാൻ ഈ എമൗണ്ടിൽ ലെസ് ചെയ്തപ്പോ ഇയർ 3 കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനിയും 13,60,500 കിട്ടാനുണ്ട്. ഇയർ 4ൽ ഒരു 12 ലക്ഷം കിട്ടി, കുറച്ച് വലിയ പൈസ കിട്ടി. ഓക്കെ, അതിന്റെ പ്രസന്റ് വാല്യൂ കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ ഈ 30,60,500 ലെസ് ചെയ്തപ്പോ ഇനി എനിക്ക് 5,40,900 കൂടിയേ കിട്ടാൻ ബാക്കിയുള്ളൂ. മനസ്സിലായോ? ഇതാ ഇയർ 4 കഴിഞ്ഞപ്പോ ഇയർ 4ലെ ക്യാഷിലും കൂടി ആഡ് ചെയ്തപ്പോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും ഇതാ ഒരു പരിധി വരെ എനിക്ക് കിട്ടി. ഇനി കിട്ടാനുള്ള എമൗണ്ട് പറഞ്ഞാൽ 5,40,900 ആണ്. സോ നമ്മൾ നോർമൽ ഡിസ്കൗണ്ട് പേ ബാക്ക് ചെയ്യണ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതാ നോർമലി നമ്മൾ ചെയ്യാറ് മറ്റൊരു കേസും കൂടി. നോർമൽ കേസിൽ നമ്മൾ ഇത്രയും കാലം ഡിസ്കൗണ്ട് പേ ബാക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു അല്ലെ? ഡിസ്കൗണ്ടഡ് പേ ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഇതാ 4 ഇയർ ആയി. 4 ഇയറിന്റെ ക്യാഷ് ഫ്ലോയും ഈ 4 ഇയേഴ്സിന്റെ ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ഞാൻ എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഇനി ഒരു 5,50,900 കൂടി കിട്ടാനുണ്ട്. ഓക്കെ, 4 ഇയേഴ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയി. ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡിലേക്ക് എത്തിയില്ല. എന്തുകൊണ്ടാണ് എത്താത്തത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 2 ലാക്ക് കംപ്ലീറ്റ് തിരിച്ചു കിട്ടിയിട്ടില്ല. സോ ഇനി എത്ര കിട്ടാനുള്ളത് എന്ന് അവർ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇവിടെ മൈനസ് 5,40,900 എന്ന് പറഞ്ഞാൽ ഇനി എത്ര കിട്ടാനുള്ള എമൗണ്ട് ആണ് ഡയറക്ട്ലി തന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി നമ്മൾ നോർമലി ഇതിന്റെ എല്ലാ പ്രസന്റ് വാല്യൂ കാണുന്നു. എന്നിട്ട് അവസാനം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്താൽ ഇനി എത്ര കിട്ടാനുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലെ? അതാണ് ഈ 5,40,900. അത് ഇവർ ഓൾറെഡി ലെസ് ചെയ്ത് തന്നുകൊണ്ട് നമുക്ക് സിമ്പിൾ ആണ്. സോ ഡിസ്കൗണ്ട് പേ ബാക്ക് ഈസിക്വൽ പ്രോജക്ട് ഞാൻ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ഞാൻ കണ്ടുപിടിക്കുന്നത് 4 ഇയർ ആയിട്ടും ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ആയിട്ടില്ല. ഇനി എത്ര കിട്ടാനുള്ളത്? ഞാൻ ഡയറക്ട്ലി അത് ചെയ്താൽ പോണ് 5,40,900 ഡിവൈഡഡ് ബൈ എന്താ വരിക? ഡിവൈഡഡ് ബൈ ആരാധന ഡിവൈഡഡ് ബൈ 3,90,600. അല്ല നോർമലി നമ്മൾ ഡിവൈഡഡ് ബൈ എന്താ പറയാല്? ഡിവൈഡഡ് ബൈ അടുത്ത കൊല്ലത്തെ ക്യാഷ് ഫ്ലോ. നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. നെക്സ്റ്റ് ഇയർ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ അഥവാ ഈ 15 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണോ അതാണ് ഞാൻ ഇവിടെ എഴുതേണ്ടത്. അത് 3,96,000. അത് രണ്ടും കൂടി ആഡ് ചെയ്യണം. 3,60,690,600 അല്ല, ഞാൻ പറഞ്ഞു. 9,31,500. അതെ, അതാണ് ആ ഒറ്റ ടിസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളാണ്. പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. 4 ഇയർ കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? 4 ഇയർ കഴിഞ്ഞപ്പോൾ ഇനി 5,40,900 കൂടി കിട്ടാനുണ്ട്. നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലെ ഈ 2 മില്യണിലെ ഈ 20 ലക്ഷത്തിലെ 5,40,900 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് പേ ബാക്ക് ഇട്ടായി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് റിക്കവർ ആയി. ഇയർ 4 ഇയർ 5ലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചെന്നാണ്. അഥവാ ഈ 15 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ വീണ്ടും ഇതിന്ന് ലെസ് ചെയ്തപ്പോ ഈ -5,40,900 മാറിയിട്ട് പോസിറ്റീവ് ഫിഗർ ആയി. ഓക്കെ, അഥവാ ഇതാ ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ഫിഗറും ഇവിടെ നെഗറ്റീവ് ഫിഗറാണ്. 4 ഇയർ കഴിഞ്ഞപ്പോ നമ്മുടെ ഡിസ്കൗണ്ട് പേ ബാക്ക് ഇനി എത്ര കിട്ടാന്ന് വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലെ 5,40,900 കൂടി ഇനി കിട്ടാനുണ്ട്. ഇതാണ് എന്തിലെ അവസ്ഥ? ഇയർ 4ലെ അവസ്ഥ.
ഫോർത്ത് ഇയർ. ആ ഫോർത്ത് ഇയർ മാറിയിട്ട് ഫിഫ്ത് ഇയർ ആയപ്പോ എന്താ സംഭവിച്ചെന്ന് അറിയാം. ഫോർത്ത് ഇയർ മാറിയിട്ട് ഫിഫ്ത് ഇയറിലേക്ക് പോയപ്പോ 3,09,600 അതില് ബ്രാക്കറ്റ് ഒന്നുമില്ല, പോസിറ്റീവ് എമൗണ്ട്. അതായത് പോസിറ്റീവ് എമൗണ്ട് 3,90,600 എത്തി. എന്താ അതിന്റെ അർത്ഥം? നെഗറ്റീവ് എമൗണ്ട് മാറിയിട്ട് പോസിറ്റീവ് എമൗണ്ട് വന്നാൽ ഈ നെഗറ്റീവ് 5,49,900 തിരിച്ചു കിട്ടാനുള്ളതൊക്കെ തിരിച്ചു കിട്ടി, സീറോ ആയി. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ഇതിന്റെ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോയും സെയിം ആയപ്പോഴാണ് ഇതിന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ആയില്ലേ, ആ ടൈം പീരീഡ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇതാ 5,40,900 അഥവാ ഈ ഫോർത്ത് ഇയർ കഴിയുമ്പോൾ ഇത്രയും കൂടി കിട്ടാനുണ്ട്. ഫിഫ്ത് ഇയറിലെ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ കൂടി ഞാൻ കണ്ടെത്തിയപ്പോ ഇതാ എനിക്ക് കിട്ടാനുള്ള 5,40,900 തിരിച്ചു കിട്ടി. അതിന് പുറമെ എക്സ്ട്രാ ഒരു 3,90,600 കിട്ടി. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാ എനിക്ക് 4 ഇയർ കഴിഞ്ഞപ്പോൾ എന്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 20 ലാഖിലെ ഇനി 5,40,900 കൂടി കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എമൗണ്ടിൽ എഴുതി ഉണ്ടോ. നെഗറ്റീവ് ബ്രാക്കറ്റിലാണ് എമൗണ്ട് ചെയ്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 20 ലാഖിലെ ഇത്രയും കൂടി എനിക്ക് കിട്ടാനുണ്ട്. ഫോർത്ത് ഇയറിലെ ക്യാഷിനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി നമ്മൾ നെക്സ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണല്ലോ നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്താ. അത് 3,90,600 അല്ല. എന്തുകൊണ്ടല്ല? ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ അല്ല അവിടെ ഡയറക്റ്റ് ചെയ്തത്. നമ്മൾ ഈ 15 ലാഖ് ഈ 1,15,000 പ്രസന്റ് വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി? 1,36,350 എങ്ങനെ കിട്ടി? ഇതിന്റെ രണ്ടിന് ഡിഫറൻസ് അല്ലേ. ഓക്കെ, ഇതിന്റെ ഈ രണ്ട് എമൗണ്ടിന്റെ ഡിഫറൻസ് ആണ് ഈ 1,50,000 പ്രസന്റ് വാല്യൂ. അതുപോലെ ഈ രണ്ട് എമൗണ്ടിന്റെയും ഡിഫറൻസ് ആണ് ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ. അതെങ്ങനെയാ കിട്ടുക? അത് ഞാൻ ഇത് പറയുമ്പോ പക്ഷെ സിമ്പിൾ ആക്കി കോൺസെപ്റ്റ്സിൽ ഞാൻ പറഞ്ഞാല് ഫോർത്ത് ഇയർ കഴിഞ്ഞ് ഫിഫ്ത് ഇയറിലേക്ക് മാറിയപ്പോ ഫോർത്ത് ഇയറിൽ നിന്നും ഫിഫ്ത് ഇയറിലേക്ക് മാറിയപ്പോ നെഗറ്റീവ് 5,40,900 മാറിയിട്ട് പോസിറ്റീവ് ഫിഗർ വന്ന്. ഈ നെഗറ്റീവിന്റെയും പോസിറ്റീവിന്റെയും ഇടയ്ക്ക് ഒരു സീറോ ഇല്ലേ? ഈ -5,40,900 കുറഞ്ഞ് തിരിച്ചു കിട്ടി. എല്ലാ പൈസയും തിരിച്ചു കിട്ടി, സീറോയിലെത്തി. അതിന് പുറമെ ഒരു 3,90,600 കൂടി കിട്ടി. ഈ രണ്ട് എമൗണ്ടും എനിക്ക് കിട്ടി. എന്ത് സംഭവിച്ചപ്പോ? ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തപ്പോ എന്താ അതിന്റെ അർത്ഥം? ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത് 3,90,600 അല്ല. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അഥവാ 5,40,900 പ്ലസ് 3,90,600. അത് ചെയ്താൽ 5,40,900 പ്ലസ് 3,90,600 9,31,500. ഈ എമൗണ്ടിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരോ ആരാധന? 9,31,500 എന്ന് പറഞ്ഞ എമൗണ്ടിന്റെ അർത്ഥം എന്താണെന്ന് മലയാളത്തിൽ പറഞ്ഞുതരോ ആരാധന? മനസ്സിലായിട്ടില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യട്ടോ. ബാക്കി പ്രോഫിറ്റ് ആയിട്ട് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതാണോ? ബാക്കി പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയ എമൗണ്ട് ഇതാണ്. എനിക്ക് അതല്ല അറിയണ്ടേ. എനിക്ക് ഡിസ്കൗണ്ട് പേ ബാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 ഇയർ ആയപ്പോ 4 ഇയർ കഴിഞ്ഞ് ഇനി എത്ര കിട്ടാനുണ്ട് അത് ഞാൻ ഇവിടെ എഴുതി. 5,40,900 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. നെക്സ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ഇതാണ് 15 ലാഖ് ആണ്. അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അവിടെ ഞാൻ എഴുതിയതാണ് 9,31,500. 9,31,500. 9,31,500. അതിന്റെ ആ എമൗണ്ടിന്റെ അർത്ഥമാണ് ഞാൻ ചോദിച്ചത്. എന്താ ഉദ്ദേശിക്കുന്നത്? മുബഷിർ എന്ന് പറഞ്ഞത്. മുബഷിർക്ക് അറിയാം. ക്യാഷ് ഫ്ലോ അഥവാ ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ 9,31,500 എത്തി. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന 15 ലാഖിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞ എമൗണ്ട് ആണ് ഇത്. 9,31,500. നമ്മൾ നോർമലി അവസാനം ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞൊരു എമൗണ്ട് ചെയ്യുന്നു അല്ലെ. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. ഈ കേസിൽ ഇവിടെ ശ്രദ്ധിച്ചാലും 2 ഇയർ ആയി. 2 ഇയർ ആയപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 2,61,600 റിക്കവർ ആയിട്ടില്ല. ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് നമ്മൾ പറഞ്ഞത് 3-ാം വർഷം കിട്ടാൻ പോണ 1,20,000 പ്രസന്റ് വാല്യൂ ആണ്. അതാണ് അത്രയും നമ്മൾ ചെയ്തത്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. ആ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ അഥവാ ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഞാനിവിടെ എഴുതിയത്.
ഈ 50 ലാഖിന്റെ പ്രസന്റ് വാല്യൂ 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 50 ലാഖ് കിട്ടും. അതിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് 9,31,500 ആ, അല്ലാണ്ട് ഈ 3,90,600 അല്ല. ഈ 3,90,600 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കിട്ടിയ എമൗണ്ട്. ഓക്കെ, ഈ 50 ലാഖിന്റെ പ്രസന്റ് വാല്യൂ കൂടിയും ഇതിന്റെ ഡിസ്കൗണ്ടഡ് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിലേക്ക് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ, അഥവാ ആദ്യം നെഗറ്റീവ് എമൗണ്ട് ആയിട്ട് ലെസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഫോർത്ത് ഇയറിൽ സംഭവിച്ചത് ഇനി 5,40,900 കൂടി കിട്ടാനുണ്ടായിരുന്നു. 5th ഇയറിന്റെ ക്യാഷ് ഫ്ലോന്റെ പ്രസന്റ് വാല്യൂ കൂടി ആഡ് ചെയ്തപ്പോൾ ഇതിന്റെ നെഗറ്റീവ് ഫിഗർ മാറിയിട്ട് സീറോയിലെത്തി. അഥവാ 5,40,900 കംപ്ലീറ്റ് കിട്ടുകയും ചെയ്ത് എക്സ്ട്രാ ഒരു 3,90,000, അതായത് സീറോയിൽ നിന്നും 3,90,600 എക്സ്ട്രാ പോസിറ്റീവ് എമൗണ്ടിലേക്ക് വന്നു. അഥവാ ഈ നെഗറ്റീവ് എമൗണ്ട് കംപ്ലീറ്റ് റിക്കവർ ആയും ചെയ്ത് എക്സ്ട്രാ ഒരു പോസിറ്റീവ് എമൗണ്ട് കൂടി കിട്ടി. ഈ 2 എമൗണ്ട് കിട്ടി ഈ 50 ലാഖിന് പ്രസന്റ് വാല്യൂ ആഡ് ചെയ്തപ്പോ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞാൽ, ഈ 5-ാം വർഷം കിട്ടാൻ പോണ 15 ലാഖിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞത് 9,31,500 ആണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ ആരാധന? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം, അത്യാവശ്യം ചിന്തിക്കാനുള്ള സംഭവമാണ്. മനസ്സിലായതിൽ പ്രശ്നമൊന്നുമില്ല. ആരാധന മനസ്സിലായോ? മനസ്സിലായി സർ. ഇനി ഈ 9,31,500 ഡിവൈഡഡ് ബൈ 15 ലാഖ് ആണ് ചെയ്യേണ്ടത്. 5,40,000 5,40,900 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. 930. സുമിത മനസ്സിലായോ? ആ, എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഡൗട്ട് ഇടയിൽ ഇതെന്താ വെച്ചാൽ, ഈ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ നമ്മള് ക്യാഷ് ഔട്ട്ഫ്ലോയിലും നമ്മൾ ഇങ്ങനെയല്ലേ ഇടുക? അതെ, നമ്മൾ ബ്രാക്കറ്റിൽ ഇടുമ്പോൾ അപ്പൊ ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പൊ അതെങ്ങനെയാണ് നമ്മളത്, ദാറ്റ് മീൻസ് അത് അതെങ്ങനെയാണ്? നെഗറ്റീവ് എമൗണ്ട് ആണോ അതോ ഇനിയിപ്പോ വീണ്ടും റീഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നുള്ളത് എങ്ങനെ ഇപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക? റീഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നില്ല, അത് ഞാൻ പറഞ്ഞത്. അതിനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സം ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യും, നോർമൽ ക്യാഷ് ഫ്ലോസിന് ആദ്യം ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് ആക്കും. എന്നിട്ട് അതിന്റെ സം വരും. ഇയർ 1 ആണെങ്കിൽ ഇയർ 1ന്റെ ടോട്ടൽ ഇവിടെ എഴുതും. ഇയർ 2ലെ ക്യാഷ് ഫ്ലോ കൂടി ആഡ് ചെയ്തിട്ടുള്ളത് അതിന്റെ 2 ടോട്ടൽ എഴുതും. അങ്ങനെ ടോട്ടൽ ചെയ്തിട്ട് നമ്മളെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്താനായാൽ കുറച്ചും കൂടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സം ഓഫ് ക്യാഷ് ഫ്ലോനെ ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ അവസാനം കൊണ്ട് ലെസ് ചെയ്യും. എന്നിട്ട് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ ചെയ്യും. അതാണ് നമ്മൾ നോർമലി ചെയ്യാറ്. ഇവിടെ തന്നത് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ്. ഈ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ആഡ് ചെയ്ത് പോയതാ. എന്തുകൊണ്ടാണ് ഈ എമൗണ്ട് ലെസ്സർ ആയി വരുന്നത്? ആഡ് ചെയ്യുമ്പോൾ കൂടുതലല്ലേ വരുന്നത്. എന്തുകൊണ്ടാണ് അതിങ്ങനെ കുറഞ്ഞു വരാന്ന് വെച്ചാൽ ഓരോ ഓൾറെഡി ഈ 20 ലാഖ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ലെസ് ചെയ്ത് പോവാ. അഥവാ ഇയർ 1 കഴിഞ്ഞപ്പോ ഈ 20 ലക്ഷത്തിലെ കുറച്ച് എമൗണ്ട് കിട്ടി, അഥവാ 1,50,000 പ്രസന്റ് വാല്യൂ കിട്ടി. ഇയർ 1 ആയപ്പോൾ ഇനി ഇത്രയും കൂടെ കിട്ടാനുള്ളൂ. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്ത 20 ലാഖിൽ ഇത്രയും കൂടെ കിട്ടാനുള്ളൂ. ഇയർ 2 ആയപ്പോൾ ഇനി ഇത്രയും കൂടെ കിട്ടാനുള്ളൂ. ഇയർ 3 ആയപ്പോൾ ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. ഇയർ 4 12 ലാഖിന് പ്രസന്റ് വാല്യൂ കൂടി ഇതിലേക്ക് ലെസ് ചെയ്തപ്പോ ഇനി 5,40,900 കൂടിയേ കിട്ടാനുള്ളൂ. ഇതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് നമ്മൾ പറഞ്ഞ് എഴുതിയത്. ഞാനത് ആക്ച്വലി റീഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കി ആ അല്ല, ബ്രാക്കറ്റ്. റീഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് അവർ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസിന് ആഡ് ചെയ്ത് വരും. ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവിലേക്കാണ് പോകേണ്ടത്. ഇവിടെ കുറഞ്ഞു വരികയാണ്. ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വരില്ല അല്ലെ? ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് എന്നുള്ളത് അതിൽ കൊടുക്കില്ല. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇവിടാണ് വരിക. ഇവിടാണ് നെഗറ്റീവ് വരിക, ഇവിടെ അല്ല വരിക. ഇത് ആനുവൽ ക്യാഷ് ഫ്ലോ. നമുക്ക് എത്ര ക്യാഷ് കിട്ടുന്നത്? ഇയർ 0 മൈനസ് ആണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇയർ 1 1,50,000 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എമൗണ്ട് പറഞ്ഞാൽ ഇൻഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. ഓക്കെ, ഇതിന് ഈ കേസിൽ 200,000 ബ്രാക്കറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ആനുവൽ ക്യാഷ് ഫ്ലോസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് റീഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇയർ 2 നമുക്ക് ലോസ് സംഭവിച്ചതാവും അല്ലെ? നമ്മൾ NPV ചെയ്തപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്ക് ഔട്ട്ഫ്ലോസിന് പ്രസന്റ് വാല്യൂ എടുത്തു, ഇൻഫ്ലോസിന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിലേക്ക് എടുത്തു. അഥവാ നമ്മൾ NPVന്റെ 4 ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ M- യൂസ് ചെയ്തത്. അപ്പൊ റീഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ആനുവൽ ക്യാഷ് ഫ്ലോസിലാണ് ആ പ്ലസ് റീഇൻവെസ്റ്റ്മെന്റ് വരിക. ഇവിടെ അവർ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ആവശ്യമില്ല. ഒന്നുകൂടി പറഞ്ഞു. ഇവിടുത്തെ ഒരേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ
നമ്മൾ നോർമൽ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡിൽ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് കണ്ടെത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കണ്ടെത്തിയത് ഓൾറെഡി 4 ഇയേഴ്സ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ ഇവിടെ ശ്രദ്ധിച്ചോ, 4 ഇയേഴ്സ് ആയപ്പോൾ, അതായത് ഈ 4 വർഷത്തെ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഇതിന്റെ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ലെസ് ചെയ്തപ്പോൾ ഇനി എനിക്ക് 5,40,900 കൂടി കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള എമൗണ്ട് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ നോർമൽ ചെയ്യാറ്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഞാൻ എഴുതിയത് ഈ ഇയർ 3 എനിക്ക് കിട്ടിയ 30,000 പ്രസന്റ് വാല്യൂ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഈ രണ്ട് എമൗണ്ട് ചെയ്താൽ എനിക്ക് ഒരു 0.4 സംതിങ് കിട്ടും. അത് ഈ 2ലേക്ക് ആഡ് ചെയ്തപ്പോൾ 2.42 ഇയേഴ്സ് ഡിസ്കൗണ്ട് പേ ബാക്ക് കിട്ടി. ആ സെയിം കോൺസെപ്റ്റ് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ നമ്മൾ ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഈ 50 ലാഖിന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഈ 50 ലാഖിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഈ 3,90,600 അല്ല. എന്താ പിന്നെ ഈ 4 ഇയർ കഴിഞ്ഞപ്പോൾ ഈ നെഗറ്റീവ് എമൗണ്ട് മാറിയിട്ട് 0 ആയി. അതിനുശേഷമാണ് പോസിറ്റീവ് എമൗണ്ടിലേക്ക് വന്നത്. 4 ഇയറിന് 50 ഇയറിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആരാധന ശ്രദ്ധിച്ചോ, നെഗറ്റീവ് എമൗണ്ട് ഉള്ള ഈ 5,40,900 കിട്ടാനുള്ള എമൗണ്ട് ഒക്കെ കിട്ടി 0 എത്തി. അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം തിരിച്ചു കിട്ടി, ഡിസ്കൗണ്ട് പേ ബാക്കിൽ എത്തി. അത് പോരാഞ്ഞിട്ട് എക്സ്ട്രാ ഒരു 3,90,600 കൂടി എനിക്ക് കിട്ടി. അതിനർത്ഥം ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഈ എമൗണ്ടും ആഡ് ചെയ്തിട്ടുള്ളതാണ്. ആ എമൗണ്ട് ആണ് ഞാൻ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞത് 9,31,500. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ 1.1 ആണ് ഈ 1+R എന്ന് നമുക്ക് കിട്ടിയായിരുന്നു. അതായത് 10% ആണ് ഡിസ്കൗണ്ട് റേറ്റ്. ഈ 15 ലാഖിന് 10% ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കും. 5 വർഷം കഴിഞ്ഞിട്ട് 15 ലാഖ് കിട്ടിയാൽ അതിന് എന്ത് പ്രസന്റ് വാല്യൂ ഉണ്ട് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയത്. ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, അത് നോക്കേണ്ട ആവശ്യമില്ല. 15 lakh divided by 15 lakh divided by 1.1 1 2 3 4 5 എന്ന് ചെയ്താൽ എനിക്ക് 9,31,381 എന്ന് കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കിക്കല്ലേ. കിട്ടി. ആരാധന മനസ്സിലായോ? മനസ്സിലായി. അഥവാ ഇവിടെ 9,31,381 ആണ്. അത് ചെറിയ പോയിന്റ് ഡിഫറൻസ് ഉള്ളത് നമ്മൾ 1.1 കഴിഞ്ഞിട്ടുള്ള ചെറിയ പോയിന്റ് എടുക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്താ ഇതിന്റെ അർത്ഥം? ഈ 5-ാം വർഷം കിട്ടാൻ പോണ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9,31,500 ആണ്. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് വേ ആണ്. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസ് തന്നാൽ, അഥവാ ഒരു വർഷത്തെ പ്രസന്റ് വാല്യൂ ആ സെയിം വർഷത്തെ ഫ്യൂച്ചർ വാല്യൂ, അതായത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന ഫ്യൂച്ചർ വാല്യൂ 1,50,000 ആണ്. അതിന് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 1,36,350 ആണെങ്കിൽ ഈ രണ്ട് എമൗണ്ട് വെച്ചിട്ട് ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ 15 ലാഖിന് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9,31,500 ആണ്. അത് ഇൻഡയറക്റ്റ് വേ. ഇനി അതിന്റെ ആവശ്യമില്ല. ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ ഇതിന്റെ ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോയിലേക്ക് ആഡ് ചെയ്തപ്പോ ഈ നെഗറ്റീവ് ഫിഗർ മാറിയിട്ട് 0 ആയി. ഈ നെഗറ്റീവ് 5,40,900 ഇനി കിട്ടാനുള്ള എമൗണ്ട് തിരിച്ച് കിട്ടി 0 ആയി. അഥവാ ഇനിയൊന്നും കിട്ടാനില്ല. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കംപ്ലീറ്റ് എമൗണ്ടും തിരിച്ചു കിട്ടി. ഇതിന്റെ നടുക്കൊരു പോയിന്റ് ഉണ്ട് 0. ആ 0 എന്ന് പറഞ്ഞ പോയിന്റിനാണ് നമ്മൾ ഡിസ്കൗണ്ട് പേ ബാക്ക് എന്ന് വിളിക്കുന്നത്. എന്താ? ഞാൻ ഇറക്കിയ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20 ലാഖ് കംപ്ലീറ്റ് തിരിച്ചു കിട്ടി. ഏതോ ഒരു ടൈം പീരീഡിലാണ്. അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. എന്തായാലും ട്വിസ്റ്റ് എന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ ആകെ ചിന്തിക്കാനുള്ളത് വെച്ചാൽ, ഈ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ ഈ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ 5,40,900 മാറിയിട്ട് നെഗറ്റീവ് മാറിയിട്ട് പോസിറ്റീവ് എമൗണ്ട് എത്തി. ഈ നെഗറ്റീവ് എമൗണ്ട് മാറിയിട്ട് 0-ലും എത്തിയിട്ടാണ് അതിനുശേഷമാണ് 0-ൽ നിന്ന് പോസിറ്റീവിലേക്ക് വന്നത്. അഥവാ ഈ 5,40,900-ന്റെയും 3,90,600-ന്റെയും ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് ആണ് 5th ഇയറിൽ കിട്ടിയ 15 ലാഖിന്റെ പ്രസന്റ് വാല്യൂ. അതാണ് നമ്മൾ 9,31,500. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അത് രണ്ട് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ കണ്ടുവച്ച് ചെയ്തത് ഒരു തെളിവിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായിട്ടില്ലേ? മുബസിറ ക്ലിയർ അത് ശരിയാക്കിയിട്ടുണ്ട്. ഈ നെഗറ്റീവ് മാറി 0 എന്ന് പോസിറ്റീവ് ആയത് മനസ്സിലായിട്ടില്ലേ? മുബസിറ പോയോ? ഇല്ല, ഒരു അസംഷന്റെ പുറത്ത് ചെയ്തത്. ഞാൻ ഇപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കും. മനസ്സിലായിട്ടില്ലേ? അഥവാ ഈ 5,40,900 മനസ്സിലായി. ഈ 5,40,900 ഈ 3,90,600 ആഡ് ചെയ്താൽ 9,31,500 കിട്ടും. അതാണ് 5-ാം വർഷം കിട്ടാൻ പോണ 15 ലാഖിന്റെ ഇന്നത്തെ വാല്യൂ.
അതാണ് നമ്മൾ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അങ്ങനെ ചെയ്താൽ എനിക്ക് എന്റെ പ്രൊജക്ട് അതിന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് കിട്ടും. ഈ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊജക്ട് ബിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. I1. അതെ അതെ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ട് ചെയ്യുന്ന ബിയുടെ ഡിസ്കൗണ്ട് പേ ബാക്ക് എനിക്ക് കണ്ടെത്തണം. അതിന് 4 ഇയർ കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? ഇനി 4 ഇയറിലെ 4 വർഷം ഇതാ 1,50,000 2,00,000 4,50,000 4-ാം വർഷം കിട്ടിയ 12 lakh കൂടി ആഡ് ചെയ്തപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ എത്രയും കൂടി എനിക്ക് കിട്ടാനുണ്ട്. ഇതാ അതാണ് ഇവിടെ 5,40,900 ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് എഴുതുമ്പോൾ ഈ 3,90,600 എന്ന് എഴുതരുത്. അതിന് പകരം ഇതിന്റെ രണ്ടും ടോട്ടൽ എടുക്കണം. ആ ഒറ്റ ടിസ്റ്റോളി ക്വസ്റ്റ്യൻ, ബാക്കിയൊക്കെ സിമ്പിളാ. 9,31,500 അതാണ് നമ്മൾ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. അങ്ങനെ ചെയ്താൽ 4 ഇയർ പ്ലസ് 5,40,900 ഡിവൈഡഡ് ബൈ 9,31,500 ചെയ്താൽ 0.58 കിട്ടും. അതായത് 4.58. ഇതാണ് പ്രോജക്റ്റ് എന്റെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. മനസ്സിലായിട്ടില്ലേ ആരാധന? മുസ്റ ഒന്നുകൂടെ പറഞ്ഞായിരുന്നു. ലെസ് പറഞ്ഞു. ഈ നാല് ഇയേഴ്സ് കംപ്ലീറ്റ് ആയപ്പോ മുബസ്സിറ ഫസ്റ്റ് ശരിയാക്കിയ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ കിട്ടി? അല്ല, അസംഷനിൽ ചെയ്തതാണ്. ഈ ആ, ക്യുമുലേറ്റീവിന്റെ എക്സാക്ട് ആയിട്ടുള്ളത് നോക്കിയിട്ടില്ല. സാർ പറയുമ്പോഴാണ് അത് ഞാൻ നോക്കുന്നത്. അതെ അതെ. ഇതാ ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 20 മില്യണിൽ നിന്നും ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. നമ്മൾ ഇതിന്റെ പ്രസന്റ് വാല്യൂ കുറച്ച് ഇനി ഇത്ര കിട്ടാനുള്ളൂ, കുറഞ്ഞു വരാം. കിട്ടാനുള്ളത് കുറഞ്ഞു വരാം, കാരണം നമുക്ക് ക്യാഷ് ഫ്ലോസ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ 4 ഇയർത്തെ 12 lakh കൂടി ആഡ് ചെയ്തപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിലെ 5,40,900 കൂടി എനിക്ക് കിട്ടാൻ ഇനി ബാക്കിയുണ്ട്. അതാണ് ഞാൻ ഇവിടെ 4 ഇയേഴ്സ് കഴിഞ്ഞു ഇനി എത്ര കിട്ടാനുള്ളത് അത് ഇത്രയാണ്. കാരണം എന്താ? ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇനിയുള്ള ദൂരം 5,40,900 ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ടച്ച് ചെയ്താൽ ഡിസ്കൗണ്ട് പേ ബാക്ക് ഇടായി. ഇതാണ് എനിക്ക് ഇനി കിട്ടാനുള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. ഈ 15 lakhന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ 15 lakh ഡിവൈഡഡ് ബൈ 1.11234 എന്ന് ചെയ്താൽ ഈ 9,31,381 എന്നാണ് കിട്ടുക. പക്ഷേ 9,31,500 ആണ് നമ്മൾ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ. അഥവാ നമ്മൾ അടുത്ത വർഷം 5-ാം വർഷം കിട്ടാൻ പോണ 15 lakhന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറഞ്ഞത് 0th ഇയറത്തെ വാല്യൂ എന്ന് പറഞ്ഞത് 9,31,500 ആണ്. ഇത് നമുക്കിപ്പോ ഇങ്ങനെ കിട്ടി. നമ്മുടെ ഈ 1,50,000 1,36,350 ഒക്കെ യൂസ് ചെയ്തിട്ട് 1.1 ആണ് നമുക്ക് മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയോണ്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് വാല്യൂട് ചെയ്തത്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇയർ 4 ആയപ്പോൾ ഇനി ഇത്രയും എമൗണ്ട് കൂടി കിട്ടാനുണ്ട്. ഇയർ 5 ഈ 15 lakhന്റെ പ്രസന്റ് വാല്യൂ ഇതാ ഈ 9,31,500 ആഡ് ചെയ്തപ്പോ ഈ നെഗറ്റീവ് എമൗണ്ട് മാറിയിട്ട് പോസിറ്റീവ് എമൗണ്ട് ആയി. ഓക്കെ, എന്താ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ 9,31,500 ഞാൻ എന്തിലേക്ക് ആഡ് ചെയ്തു? -5,90 5,40,900 5,40,900 ആഡ് ചെയ്തു. ഒരു മൈനസ് ഫിഗറിലേക്ക് ഞാൻ പോസിറ്റീവ് എമൗണ്ട് ആഡ് ചെയ്തു. അഥവാ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ 20 lakhന്ന് ഈ 1,50,000 പ്രസന്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഇത് എമൗണ്ട് കുറഞ്ഞു. അതുപോലെ ഈ 5,40,900 ഞാൻ ഈ 15 lakhന്റെ പ്രസന്റ് വാല്യൂ ആയിട്ടുള്ള 9,31,500 ആഡ് ചെയ്തപ്പോൾ രണ്ട് വ്യത്യസ്ത സംഖ്യകളാണ്. വലുതിൽ നിന്ന് ചെറുത് കുറച്ച്, അപ്പം ഈ എമൗണ്ട് കിട്ടി. വലുതിന്റെ സൈൻ പോസിറ്റീവാ. അങ്ങനെയാണ് 3,90,600 ആയത്. അല്ലാതെ ഈ 15 lakhന്റെ പ്രസന്റ് വാല്യൂ അല്ല ഈ 3,90,600. ആ ഒറ്റ ട്വിസ്റ്റോളൂ ഈ ക്വസ്റ്റ്യനിൽ. അഥവാ നമ്മൾ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട 9,31,500 കിട്ടാൻ ഈ നെഗറ്റീവ് എമൗണ്ടും പോസിറ്റീവ് എമൗണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് 9,31,500 കിട്ടി. സോ 4 ഇയർ പ്ലസ് ഈ 5,40,900 ഡിവൈഡഡ് ബൈ 9,31,500 ചെയ്താൽ 0.58 എന്ന് കിട്ടും. അതാണ് 4.5 ഇയേഴ്സ്. 4.58 ഇയേഴ്സ്. ആ 4.58 ഇയേഴ്സ് ആണ് എന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്. രീതിയിൽ കൂടി പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിച്ചോതാ ഈ മൈനസ് ഫിഗർ മാറിയിട്ട് പോസിറ്റീവ് ഫിഗറിനാവണ നടുക്ക് ഒരു 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് ഉണ്ട്. ഏത് ടൈം പീരീഡിലാണ് ആ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നത്? അഥവാ ഇതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ഇതിന്റെ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസും കിട്ടിയ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസും സെയിം ആണത്.
ആ ഒരു പോയിന്റിലാണ് ഡിസ്കൗണ്ട് പേ ബാക്ക് വരുന്നത്. ഈ നെഗറ്റീവ് മാറി 0 ആയി എന്നിട്ടാണ് പോസിറ്റീവിലേക്ക് വന്നത്. സോ ഇതിന്റെ നടുക്ക് ഒരു 0 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അഥവാ എനിക്ക് കിട്ടിയ ക്യാഷ് ഫ്ലോസ് 2 ലാക്ക് ആണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 2 ലാക്ക് ആണ്. ആ പോയിന്റ് ആണല്ലോ നമ്മൾ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്. എന്താ 4 ഇയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടില്ല, 5 ഇയേഴ്സ് ആകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാളും എക്സ്ട്രാ കിട്ടി. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത കറക്റ്റ് കിട്ടിയാൽ മതി. ഇതാ 4 ഇയേഴ്സിന് 5 ഇയേഴ്സിന് നടുക്ക് ഏതോ പോയിന്റിലാണ് ഇത് കറക്റ്റ് തിരിച്ചു കിട്ടുന്നത്. ആ പോയിന്റ് ആണ് 4.58 ഇയേഴ്സ്. മനസ്സിലായോ മോശറ? അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് ബിന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഡിസ്കൗണ്ട് റേറ്റ് ഒന്നും യൂസ് ചെയ്യരുത്. ഈ ഒരു കോൺസെപ്റ്റിൽ ചെയ്തിട്ട് എത്ര കിട്ടണമെന്ന് നോക്കിയിട്ട് പറഞ്ഞോ. 4.5 ഉണ്ട്. 4.48. 4.5. അപ്പൊ ഒറ്റ വട്ടം കോൺസെപ്റ്റ് പറഞ്ഞപ്പോ രണ്ടാമത് ചെയ്തപ്പോ പെട്ടെന്ന് കിട്ടിയില്ലേ? അങ്ങനെ തന്നെയാണ്. എന്താ പ്രൊജക്ട് എൻ്റെതാണ് ഞാൻ ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. പ്രൊജക്ട് എൻ്റെത് 4.58 ഇയേഴ്സ്. ഓക്കെ, ഇനി പ്രൊജക്ട് ബിയിൽ നോക്കാം. പ്രൊജക്ട് ബിയിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചോ, സുബിത ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, പ്രൊജക്ട് ബിയിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 1 ലാക്ക് ആണ്. കിട്ടാൻ പോകുന്ന എമൗണ്ട് ഇതാ 1 ലാക്ക്, 2 ലാക്ക് 50, 2 ലാക്ക് 50, 4 ലാക്ക്, 8 ലാക്ക്. ഇതിന്റെയൊക്കെ പ്രസന്റ് വാല്യൂ ആഡ് ചെയ്തിട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ലെസ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. 1 ഇയർ കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്നും 9 ലാക്ക് സംതിങ് ഇനി കിട്ടാണ്ട്. 2 ഇയറിലും കഴിഞ്ഞപ്പോൾ ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. 3rd ഇയറിലെ ക്യാഷിലും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. 4th ഇയറിലെ ക്യാഷ് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 4 ലാക്കിന് പ്രസന്റ് വാല്യൂ ആഡ് ചെയ്തപ്പോൾ ഇനി 2,41,650 കൂടെ കിട്ടാറുണ്ട്. 5th ഇയറിലെ 8 ലാക്കിന് പ്രസന്റ് വാല്യൂ ആഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ നെഗറ്റീവ് 2,41,650 മാറിയിട്ട് പോസിറ്റീവ് 2,55,150 എത്തി. അതിനർത്ഥം ഈ 8 ലാക്കിന് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഈ രണ്ട് എമൗണ്ടിന്റെയും ടോട്ടലാണ്. മൈനസ് ഫിഗർ മാറിയിട്ട് 0ലേക്ക് എത്തി, എന്നിട്ട് 0 പോസിറ്റീവിലേക്ക് എത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് ബിന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് പറഞ്ഞാൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ 4 ഇയേഴ്സ് ആയിട്ടും കിട്ടിയിട്ടില്ല. കാരണം 4 ഇയേഴ്സ് ആയിട്ടും നമ്മുടെ ക്യൂമുലേറ്റീവ് ക്യാഷ് ഫ്ലോ നെഗറ്റീവിലാണ് കിടക്കുന്നത്. 4 ഇയേഴ്സ് ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് സിഗിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതാൻ പോവാണ് 4 ഇയർ പ്ലസ്. ഇനി എത്ര കിട്ടാനുള്ളത്? ഇനി എനിക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഒരു 2,41,650 ദൂരം കൂടിയുള്ളൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് ഞാൻ എഴുതേണ്ടത് ഇതിന്റെ രണ്ടിന്റെയും ടോട്ടലാണ്. ഈ രണ്ട് എമൗണ്ടിന്റെയും ടോട്ടലാണ് ഈ 8 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ. 5-ാം വർഷം കിട്ടിയ 8 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് 2,41,650 പ്ലസ് 2,55,150 ചെയ്താൽ മതി. 4,96,800 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 2,41,650 ഡിവൈഡഡ് ബൈ 4,96,800 ചെയ്താൽ 0.48 കിട്ടും അല്ലെ? 0.49 എടുക്കുകയാണെങ്കിൽ, കാരണം ഓപ്ഷനിൽ നമ്മൾ റൗണ്ട് ആക്കുമ്പോൾ 0.49 ആണ്. സോ 0.486 എന്നുള്ളത് നമുക്ക് 0.48 ആയി എടുക്കാം. അതായത് 4 പ്ലസ് 0.49, അതായത് 4.49 ഇയേഴ്സ്. സെക്കൻഡ് ചെയ്തപ്പോൾ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോ എന്താ ഇതിന്റെ അർത്ഥം? നമ്മൾ പ്രൊജക്ട് എൻ്റെയും ഡിസ്കൗണ്ട് പേ ബാക്ക് കണ്ടെത്തി. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് 5.8 ഇയേഴ്സും കൂടി കഴിയുമ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്ത 20 ലാക്ക് തിരിച്ചു കിട്ടുന്നത് പ്രൊജക്ട് എയിൽ. പക്ഷെ പ്രൊജക്ട് ബിയിൽ 4.49 ഇയേഴ്സിനുള്ളിൽ തിരിച്ചു കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടുന്നത് ഏതാ? പ്രൊജക്ട് ബി അല്ലേ? 4.58 ചെറുതല്ലേ 4.49? പെട്ടെന്ന് കിട്ടുന്നത് പ്രൊജക്ട് ബി അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ ഈ രണ്ട് ഡിസ്കൗണ്ട് പേ ബാക്ക് കിട്ടിയാൽ തന്നെ ആൻസർ കിട്ടി. പ്രൊജക്ട് ബി ഈസ് പ്രിഫറബിൾ. ഓപ്ഷൻ സി നോക്കിയാൽ പ്രൊജക്ട് ബി ഈസ് പ്രിഫറബിൾ ബിക്കോസ് ഇറ്റ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു 4.49 ഇയേഴ്സ്. വെറാസ് പ്രൊജക്ട് എസ് ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു 4.58 ഇയേഴ്സ്. ഇതല്ലേ നമ്മൾ കണ്ടുപിടിച്ച ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ്? ഈ ഒരു ഓപ്ഷനിലല്ലേ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്? ആരാധന റെസ്പോണ്ട് ചെയ്തത്? മനസ്സിലായി. അതായത് പ്രൊജക്ട് അതിന്റെ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് 4.5 ഇയേഴ്സ് ആണ്. പക്ഷെ പ്രൊജക്ട് ബി ഈസ് പ്രിഫറബിൾ. കമ്പനിക്ക് ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ. ബി ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം 4.58 ചെറുതാണ് 4.49 ഇയേഴ്സ്. കുറച്ചും കൂടി പെട്ടെന്ന് തിരിച്ചു കിട്ടുന്നത് പ്രൊജക്ട് ബിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇത് അത്യാവശ്യം ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നല്ലൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ സുബിത? മനസ്സിലായോ? ഓക്കെ, ഞാൻ തന്നതിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓക്കെ,
ടഫാണ്, പക്ഷെ നമ്മളിത് പഠിച്ചു കഴിഞ്ഞു. ടഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. സോ 8:53 സപ്പോസ് ഇവിടെ ആനുവൽ ക്യാഷ് ഫ്ലോസിൽ ഇത് വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യും? ആനുവൽ ദാറ്റ് ക്യാഷ് മീൻസ് ഫ്ലോസ്. ആനുവൽ ക്യാഷ് ഫ്ലോസിൽ ഇപ്പോ എന്താ പറയാ നെഗറ്റീവ് എമൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് എങ്ങനെ നമ്മളത് ഇനിയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു സിറ്റുവേഷൻ ആണോ? ഇൻവെസ്റ്റ് ചെയ്യേ അതോ നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണല്ലോ. അതെ, അതായത് ഞാൻ പറഞ്ഞു ഈ 1,50,000 പ്രസന്റ് വാല്യൂ ഇതിൽ നിന്നും കുറച്ചു. അപ്പൊ കുറഞ്ഞു വന്നു, നമുക്ക് ഇത്രയും കൂടി കിട്ടാനേ ഉള്ളൂ. സപ്പോസ് ഞാൻ ഇയർ 2 ഈ 2 ലാക്ക് നെഗറ്റീവ് ആണ്, ഇയർ 2 ലോസ് ആണെങ്കിൽ എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് കൂടും അല്ലെ? അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഇയർ 2 സംഭവിക്കുന്നത് 2 ലാക്ക് ലോസാണ്. 2 ലാക്ക് വീണ്ടും ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ വരികയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടാനുള്ള എമൗണ്ടിലേക്ക് കുറച്ച് വരുന്നതിന് പകരം അതിലേക്ക് കൂട്ടി കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ 18,63,650 ആഡ് ചെയ്യണം. കാരണം എന്താ, എനിക്ക് ഇനി തിരിച്ചു കിട്ടാനുള്ള എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുക. കാരണം അവിടെ നഷ്ടമാണ് സംഭവിച്ചത്. പക്ഷെ അങ്ങനൊന്നും വരില്ല, അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും വരില്ല. പക്ഷെ അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ഈ സീറോ തിയറിൽ ഒരു ഔട്ട്ഫ്ലോ വരുന്നു, ബാക്കിയുള്ളതൊക്കെ ഇൻഫ്ലോസ് ആണ്. ഈ 5 ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് കുറച്ച് കുറച്ച് വരുമ്പോൾ ഇനി ഇത്ര കിട്ടാനുണ്ട്, ഇനി ഇത്ര കിട്ടാനുണ്ട്, ഇനി ഇത്ര കിട്ടാനുണ്ട്. 4 ഇയർ കഴിഞ്ഞപ്പോൾ ഇനി ഇത്രയും കൂടി കിട്ടാനുണ്ട്. 5 ഇയറിന്റെ ഡിസ്കൗണ്ട് ക്യാഷും കൂടി ആഡ് ചെയ്തപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടി കഴിഞ്ഞത് എക്സ്ട്രാ ഒരു 3,90,600 കിട്ടി. ഓക്കെ, ഈ ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ കുറച്ച് വലുപ്പമുണ്ട്, പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായ, അതായത് നെക്സ്റ്റ് ഇയർ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത് ഈ 8 ലാക്കിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 2,55,150 അല്ല, ഇതിന്റെ രണ്ടും കൂടി ടോട്ടലാ. ആ ഒറ്റ ഒരു ഇത് മനസ്സിലായാൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും. നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത് കുറെ സമയം എടുത്തു, പ്രൊജക്ട് വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഒറ്റ ക്ലിക്കിൽ കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ഔട്ട്ഫ്ലോ വന്നാൽ നമുക്ക് ഇനി തിരിച്ചു കിട്ടാനുള്ള എമൗണ്ട് കൂടി കൂടി വരും, കുറഞ്ഞു കുറഞ്ഞ. പക്ഷെ അങ്ങനെ ഒന്നും ചോദിക്കില്ല, അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആയൊന്നും ചോദിക്കില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പറഞ്ഞാല് ഓക്കെ ഞാൻ പറയാം. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ ടൂൾസ് ഓർ ടെക്നിക്സ് അല്ലെ, ട്രഡീഷണൽ ടൂൾസ്. സിമ്പിൾ ആണ്, പേ ബാക്ക് പീരീഡും അക്കൗണ്ടിംഗ് ക്രിയേറ്റീവ് റിട്ടേൺ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്ത് പഠിച്ചു. ടൈം വാല്യൂ ഓഫ് മണി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത്, അതിനുശേഷം നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടൂൾസ് 4 ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, സെക്കൻഡ് വൺ നെറ്റ് പ്രസന്റ് വാല്യൂ, തേർഡ് വൺ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഫോർത്ത് വൺ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. നമ്മൾ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അവിടെ വെച്ചത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലേക്ക് പോയത് NPV യും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, NPV യും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം NPV പോസിറ്റീവ് ആയാലേ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1നേക്കാൾ മേലേക്ക് വരുള്ളൂ. ഓക്കെ, സോ ഈ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡും നെറ്റ് പ്രസന്റ് വാല്യൂ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്യാൻ അറിയിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. IRR നമ്മളൊന്ന് ചിന്തിക്കാനാണ്. ഓക്കെ, IRR നെ കുറിച്ച് ഞാൻ എന്താ സംഭവിക്കാൻ പോകുന്നത് പറയാം. നമ്മൾ നാളെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, കാരണം ഇന്ന് സമയമില്ല. നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ടൂൾസിലേക്ക് പോയതിന് മുന്നേ ഡിസ്കൗണ്ടിങ് പഠിച്ചില്ലേ? ഡിസ്കൗണ്ടിങ് ചെറുതായിട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോസിലേക്ക് പോകും. അതുപോലെ തന്നെ IRRലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ IRRനെ അക്സെപ്റ്റ് ഓർ റിജക്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ചിന്തിക്കാനുണ്ട്. ഞാൻ പണ്ട് പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും മാറിയിരുന്ന ഒരു സാധനമായിരുന്നു. കാരണം പേ ബാക്ക് പീരീഡിന്റെ അക്സെപ്റ്റ് ഓർ റിജക്ട് ആയിട്ടില്ല നമുക്ക് സിമ്പിളാണ്, നമുക്ക് തെറ്റാൻ ഒരു ചാൻസ് ഇല്ല. കട്ട് ഓഫ് പീരീഡിനെക്കാളും ചെറുതായിരിക്കണം, NPV പോസിറ്റീവ് ആയിരിക്കണം അല്ലെ? അതുപോലെ ഈ IRRും നെറ്റ് പ്രസന്റ് വാല്യൂ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റും, ഇത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം. അതായത് നമ്മളിപ്പോ 1/1+R എന്ന് പറഞ്ഞിട്ടുള്ള ഈ R ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്ത ഡിസ്കൗണ്ട് റേറ്റ് 10%, 12%, 15%, അങ്ങനെ ഒരുപാട് പെർസെന്റേജ് നമ്മൾ പഠിച്ചു. ഈ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിന്റെ കോസ്റ്റാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ.
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ആണെങ്കിൽ എന്താ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആരാധന? ഇൻട്രസ്റ്റ് അല്ലേ? ഇനി ഇക്വിറ്റി Yes. ആണെങ്കിലോ? ഇക്വിറ്റി ആണെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനൊരു ബിസിനസ്സിൽ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയെന്ന് വെച്ചാൽ ആ 10 ലക്ഷം രൂപക്കുള്ള ഇൻട്രസ്റ്റ് 8% ആണെങ്കിൽ വർഷത്തിൽ ഞാൻ 80,000 രൂപയെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം. ആ 80,000 രൂപയെങ്കിലും ഞാൻ ബിസിനസ് ചെയ്തുണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ ബാങ്ക് വന്ന് ജപ്തി ചെയ്യും. 80,000 മാത്രം പോരാ, നമ്മൾ ബിസിനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഒക്കെ വേണം. പക്ഷെ നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ ബാങ്കിൽ കൊടുക്കാനുള്ള പലിശയെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്തുണ്ടാക്കണം. സോ അത്രയും കിട്ടിയാലല്ലേ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാനാണ്. പിന്നെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പല കേസിലും നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. ഡെപ്റ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, അല്ലെ? ഇനി നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്നൊക്കെ ഇപ്പൊ ഒരാൾ പറയാണ് എന്റെ ബിസിനസ്സിലേക്ക് ഞാൻ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം, എന്റെ ഒരു കുടുംബക്കാരനാണ്, അവർക്ക് ഞാൻ വർഷം 15% റിട്ടേൺ കൊടുക്കണം. അതും ഈ ഇക്വിറ്റിയിലാണ് വിടാം, പക്ഷെ പ്രൈവറ്റ് ഇക്വിറ്റി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഈ ഡെപ്റ്റും ഇക്വിറ്റിയും നമ്മൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ ഇൻട്രസ്റ്റ് നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവർക്ക് പലിശ തിരിച്ചു കൊടുക്കണം. അങ്ങനെ പലിശ അടയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു സൈഡിൽ ചെറിയൊരു ലാഭം കിട്ടുന്നുണ്ട്. ചെറിയൊരു ലാഭം കിട്ടുന്നുണ്ട്. അതെന്ത് ചെയ്യും? നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് EMI കാർ വാങ്ങുന്നില്ലേ? അവർക്ക് പൈസ ഇല്ലാണ്ടാണോ? അല്ല, അതിന് വേറൊരു ട്രിക്ക് ഉണ്ട്. അത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. സോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ചുമ്മാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ പഠിക്കില്ല, നമ്മൾ അതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് ഡീപ്പായിട്ടൊന്ന് കീറി കുറിച്ച് പഠിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കും. മനസ്സിലായോ? സോ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നേ പറ്റൂ. പക്ഷേ എക്സാമിന് IRR ക്വസ്റ്റ്യൻസ് വന്നാൽ ആ സ്റ്റെപ്സ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞുതരും. പക്ഷെ ആദ്യം നമ്മൾ 5 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം? നാളത്തെ ക്ലാസ്സിൽ കാണാം. ഇന്നിപ്പോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നടന്നിട്ടുള്ളൂ, വേറെ ഒന്നും നടന്നിട്ടില്ല. വൈഷ്ണവിനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ റെക്കോർഡിങ്സ് ഒന്ന് കണ്ടിട്ട് നാളേക്ക് സെറ്റാക്കി വരാൻ പറയണം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഇന്നലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തപ്പോ കുറേയൊക്കെ കിട്ടിയില്ലേ? ആ ടഫില് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചിലത് തെറ്റും ചിലത് കിട്ടൂല. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാല് അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്തില്ല വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ അത് ഇവിടുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അടുത്തയിലേക്ക് പോകുമ്പോൾ ക്ലിയർ ആക്കാം, അത്ര പ്രശ്നമുള്ളൂ. നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ശരിയാക്കിയാൽ നല്ല കാര്യം. ഓക്കെ, ഇനിയിപ്പോ ക്ലിയർ ചെയ്തില്ല വെച്ചിട്ട് അതൊരു കുഴപ്പമൊന്നുമല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നാളെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിലേക്ക് കടക്കാം. സോ നാളത്തെ ക്ലാസ്സിൽ കാണാം 7 PM. ഓക്കെ, താങ്ക് യു. Thank you so much. Thank you, ഓക്കെ, sir. താങ്ക് യു.